കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ബഹുമാന്യരായ ഭാരവാഹികളെ, പ്രവർത്തകരെ, നിങ്ങളിൽ എത്ര പേര് എനിക്ക് പരിചയമുണ്ടെന്നും നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ പരിചയമുണ്ടെന്നും എനിക്ക് അറിയില്ല. കാരണം ഇതൊന്നൊരു 2 പതിറ്റാണ്ടായിട്ട് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല. അതിന് മുമ്പ് സ്ഥിരമായിട്ട് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ പല ഭാഗത്ത്, ജില്ലയുടെ പല ഭാഗത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ വഴിയില്ല. ആകസ്മികമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് മടങ്ങുന്ന വഴിയാണ് ശ്രീ ബാലൻ എന്നെ വിളിച്ചത്, ശ്രീ വിജയൻ എന്നെ വിളിച്ചത്. അദ്ദേഹം വിളിക്കുമ്പോൾ തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താ കാര്യം വെച്ചാൽ, ഞാനിന്ന് പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു ദിവസമാണ്. കാരണം മെനിഞ്ഞാന്നൊരു ചെറിയ തൊണ്ടവേദന തുടങ്ങി. അപ്പൊ ഇന്നൊരു ദിവസം പൂർണ്ണമായിട്ട് വിശ്രമിച്ചാൽ ഈ വോക്കൽ കോഡിന് ഇത്ര വിശ്രമം കിട്ടും. അതുകൊണ്ട് ഇന്ന് പാലക്കാട് വീട്ടിൽ കൂടാം എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ഷണം വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു, 2 മിനിറ്റ് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് എന്തായാലും നിങ്ങളൊക്കെ കാണാനൊരു അവസരമല്ലേ, അതുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കറിയാം, നിങ്ങൾ നേരത്തെ ഒരു പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്ത് കാണും, അതിനകത്ത് ചില വ്യതിയാനങ്ങളൊക്കെ വേണ്ടി വന്ന് കാണും. സ്വാഭാവികമാണ്. കാരണം കുറെ കാലമായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്തുള്ളതുകൊണ്ട് സംഘാടകരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിലും വരാം എന്ന് തീരുമാനിച്ചത്. കാരണം ഞാനും ഇതുപോലെ നിരവധി സംഘടനകളുടെ പ്രവർത്തകരും ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ചില സംഘടനകളുടെ സജീവ സാന്നിധ്യവുമാണ്. എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതില്ല, എല്ലാവരും വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. 11 മണിയോടുകൂടി കുറച്ച് പേര് കൂടിയൊക്കെ വരും. അത് സ്വാഭാവികമാണ്. നമ്മുടെ സമയ ക്ലിപ്തത എങ്ങനെയാണ്. മുമ്പൊക്കെ ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും കൃത്യസമയത്തിനാണ് പോകുമായിരുന്നു. ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സംഘാടകർ അവരുടെ വിഷമം കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതിനാ നേരത്തെ വന്നെന്ന് ചോദിക്കാതെ അവർ കണ്ണുകൊണ്ട് ചോദിക്കും. പക്ഷെ ഇവിടെ ഞാനൊരു 15 മിനിറ്റ് വൈകി എത്തിയാൽ മതി എന്നുള്ള കണക്കിൽ വന്നു. 15 മിനിറ്റ് വൈകി എത്തിയതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് എത്തി. ഇല്ലെങ്കിൽ ഇത്രയും പേര് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഒരു സംഘടനാ രീതി അങ്ങനെയാണ്. മറിച്ച് ഞാൻ വേറെ ചില രാഷ്ട്രീയ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളൊക്കെ യോഗത്തിന് പോകാറുണ്ട്. കേഡർ സ്വഭാവമുള്ള സംഘടനകളിൽ സമയത്തിനെത്തില്ലെങ്കിൽ അവർ വിശദീകരണം ചോദിക്കും. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡറേഷൻ ആ രീതി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വൈകി വന്നാൽ വിശദീകരണം വേണ്ടി വരില്ല. എന്നോട് ശ്രീ വിജയൻ പറഞ്ഞത് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സുസ്മേരോ അതെന്തായിട്ടിരിക്കുന്നുണ്ട്. ആരിലും ഞാൻ സങ്കടം കാണുന്നില്ല. മുമ്പൊരിക്കൽ എനിക്ക് ഇതുപോലെ ഒരു ക്ഷണം ഉണ്ടായി. 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കേണ്ടി വരുന്നത്. എന്നെ പാലക്കാട്ടുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ എംപ്ലോയീസ് മുഴുവൻ മാനസികമായി വലിയ സ്ട്രെസ്സിലാണ്, പലരും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. 1400 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ 900 ജീവനക്കാരേ ഉള്ളൂ. ഇവരെ വലിയ സങ്കടത്തിലാണ്, ഇവരെ ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. പാലക്കാട്ടുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ അവിടെയും പല സംഘടനകളുണ്ട്. INTUC-യുടെ CNTUയുടെ ഒക്കെ ഉണ്ട്. അതിൽ INTUC-യുടെ സംഘടനാ ഭാരവാഹികളൊക്കെ ഇടയ്ക്കൊക്കെ എന്നെ കാണാറുള്ളവർ. അപ്പോൾ അത് ഔദ്യോഗിക ക്ഷണമായതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് അവരുടെ കണ്ണില് അവരുടെ സങ്കടം കാണാം. അവിടെ 3-ൽ 2 സ്ത്രീകളാണ് ഇപ്പോൾ ഇരിക്കുന്നവർ. നോക്കും, ഇവിടെ 3-ൽ 2 സ്ത്രീകളാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനിൽ അങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പക്ഷെ അവർക്ക് സംവരണം 3-ൽ 1 കൊടുക്കുന്നുള്ളൂ. അത് ശരിയല്ല. വരുന്നതെല്ലാം 3-ൽ 2 സ്ത്രീകളാണ്. ഇവിടുത്തെ അങ്ങനെ ഇപ്പോൾ കോളേജുകളിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1983 ഒരൊറ്റ ലേഡി ജീവനക്കാരി ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ട്, കോഴിക്കോട്ടിനടുത്താണ്, പാലക്കാടല്ല. അവിടെ ഒരൊറ്റ പുരുഷ അധ്യാപകരുണ്ട്, ബാക്കിയൊക്കെ അധ്യാപികമാരാണ്. ദശം കണക്കിന് ആലോചിച്ച് കാലം പോയ പോക്ക്. അപ്പോൾ 1983 നിന്ന് 2026 എത്തുമ്പോൾ
നേരെ തിരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന് മാത്രമല്ല, ഞാനവിടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ സ്ത്രീകളെ തന്നെ, അവർ അധ്യാപികമാരുണ്ട്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. എന്തുകൊണ്ടോ ഓഫീസിൽ ജീവനക്കാരിൽ ഭൂരിപക്ഷം പുരുഷന്മാരാണ്. എന്നുവെച്ചാൽ ഓഫീസ് ജീവനക്കാർക്ക് അത്ര വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ല. പുരുഷന്മാർ ഈയിടെയായിട്ട് പഠിക്കാറില്ല. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നവരൊക്കെ സ്ത്രീകളാണ്. എൻ്റെ മകന് MBBS പഠിക്കുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഒരു ക്ലാസ്സിൽ 100 കുട്ടികളാണ്. എത്ര ആൺകുട്ടികളുണ്ട്? 10 പേര്. എത്ര പെൺകുട്ടികളാപ്പോ? 90 പേര്. ഇപ്പൊ മുമ്പൊക്കെ നിങ്ങളുടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴോ 10-9 സ്ത്രീകളാണ്. അവർ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ നിദാനം തന്നെ ആയിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടി ഒരു വനിതയാണ്. അത് മാത്രമല്ല, അത് സാന്താൾ ഗോത്രത്തിൽപ്പെട്ട ഒരു വനിതയാണ്. ഗോത്രവർഗം, നമ്മുടെ അട്ടപ്പാടിയിലെ ഗോത്രവർഗങ്ങൾ പോലെ. ഞാൻ ഇടക്കാലത്ത് ഒരു 12 കൊല്ലം മുമ്പ് ഞാൻ ഒഡീഷയിലെ ബാലശ്വറിലൊരു കോളേജ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ വന്ന അധ്യാപകൻ, ബാലശ്വറിൽ കടലുണ്ട്. അപ്പൊ ഈ കടൽ തീരത്ത്, ബാലശ്വറിലെ കടലിനുള്ള ഒരു പ്രത്യേകത, ലോകത്തിൽ തന്നെ 5 കിലോമീറ്ററോളം കടൽ ഉൾവലിയുന്ന ഒരേ ഒരു സ്ഥലം ബാലശ്വറാണ്. വെയിൽ ഇറക്ക സമയത്ത് കരയിൽ നിന്ന് 5 കിലോമീറ്റർ ഒന്ന് വലിയും. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കടൽ വലിഞ്ഞു കഴിഞ്ഞാൽ അത് സുനാമി വരുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ്. പക്ഷെ ബാലശ്വറിൽ അങ്ങനെയല്ല. ബാലശ്വറിൽ കടൽ ഉൾവലിയുന്ന ദിവസവും കാണാം. അപ്പൊ ഞാൻ അവിടെ ബീച്ചിലിരിക്കുമ്പോൾ കടൽ ഉൾവലിയുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന ആള് പറഞ്ഞതാ, അങ്ങോട്ട് നോക്കിയാൽ ആ കാണുന്ന മലനിലകളിലെ അത് സാന്താൾ വംശരുടെ ഗോത്രവർഗത്തിന്റെ പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഗോത്രവും. കാട്ടുപ്രദേശമാണ്. അപ്പൊ വനിതാ ശാക്തീകരണം എന്ന് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷനൊന്നും വനിതകൾക്ക് ആവശ്യമില്ല. ഇതിനൊരു പ്രത്യേകത, പുരുഷന്മാർക്കാണ് ഇന്ത്യയുടെ മോട്ടിവേഷൻ വേണ്ടത്. എന്താ കാര്യം? അവരുദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ല. സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട് ഒക്കെ പലയിടത്തും പരാജയം നേരിടുകയാണ്. വന്നോന്ന് ഇപ്പോഴത്തെ ഗതികേടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അടുത്ത കാലത്ത് ഹൈദരാബാദിൽ നിന്നുള്ളൊരു പൊതുപ്രവർത്തക എനിക്കൊരു സർവേ റിപ്പോർട്ട് അയച്ചു. ഞാനിങ്ങനെ ഇത് വായിച്ചു നോക്കിയപ്പോൾ കേരളത്തെ കുറിച്ചുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. വാട്സാപ്പിൽ എന്തും അയക്കാമല്ലോ. ആ സർവേ റിപ്പോർട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഇത് സത്യമാണോ ഇല്ലയോ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, കേരളത്തിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളിൽ 50% പേരും വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല. ശരിയാണോ? പണ്ടൊക്കെ വലിയൊരു ബാധ്യതയായിരുന്നു. പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിച്ചയക്കുക എന്ന് പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ ബാധ്യത തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു കുട്ടി ഒരു 15 വയസ്സാകുമ്പോഴത്തേക്കാണ് അച്ഛനും അമ്മയും നേരി തുടങ്ങും, എങ്ങനെയാണ് ഇവിടെ ഒന്ന് പറഞ്ഞയക്കുക. എന്തായാലും ആ വിഷമം മാറി കിട്ടി. ഇനി നിങ്ങൾ അവരോട് കെഞ്ചിയാൽ പോലും പോയി പണി നോക്കാൻ പറ്റും. കാരണം അവർ ശാക്തീകരിക്കപ്പെടും, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാം. അതുകൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പുതിയ രീതി വന്നിട്ടുണ്ട്. അതൊരു വിവാഹ രീതിയാണ്, ലിവിങ് ടുഗദർ അപ്പാർട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ലിവിങ് ടുഗദർ അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ സങ്കല്പമാണ്. ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും ലോകത്ത് എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുക. വിവാഹിതരാണ്. അവർക്ക് രണ്ടുപേർക്കും മറ്റേ ആളുടെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ല. ഭർത്താവിന് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാനും താല്പര്യമില്ല. പക്ഷെ വല്ലപ്പോഴും ഒരിക്കലും അവരെവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടും. ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ അവർ സ്വതന്ത്രരായിരിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പൊ കേരളത്തിൽ വ്യാപകമാണ്. ഇത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് മനസ്സിലാകുന്നത്. ഇതൊക്കെ പിന്നെ ഞാൻ അന്വേഷിച്ചു കുട്ടികളോട്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ നമ്മുടെ നാട്ടില് നിങ്ങളുടെ തലമുറ പഴയതായിപ്പോയി, വളരെ പഴയ തലമുറയായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നാൽ, ഞാൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തില് സെഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വലിയ ഹാൾ, വർക്ക്ഷോപ്പ് ഹാളാണ്. 1000-900 പേര് ഇതിൽ ഇരിക്കുന്നുണ്ട്. അവർ ചെയറൊക്കെ വാടകയ്ക്ക് എടുത്ത് നിരത്തിയിട്ടിരിക്കുക. വർക്ക്ഷോപ്പ് തന്നെയാണ് അവിടുത്തെ, വലിയ വർക്ക്ഷോപ്പാണ്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ ഒക്കെ തല നരച്ചിരിക്കുന്നു. ഇവിടെ വളരെ അപൂർവം തല നരച്ചിട്ടുണ്ട്. വിഷമം തോന്നി എന്താണെന്നറിയാമോ? അതിൽ വിഷമിക്കണ്ട. എന്റെ തലയിൽ ഞാൻ മാസത്തിലൊരിക്കൽ ഹെന്ന അടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും കറുപ്പില്ലെങ്കിൽ ഇത് പണ്ടേ വെളുപ്പായിപ്പോലെ. അതിന് പുരുഷന്മാരെ കാര്യത്തിൽ കുറച്ച് പറയില്ല, പലരുടെ തലയിൽ വെളുപ്പ് കാണുന്നത് പാടില്ല. ഈ തലയിൽ വെളുപ്പ് കാണുന്ന കുറ്റമൊന്നുമായിട്ടില്ല കേട്ടോ. തലയിൽ വെളുപ്പ് കണ്ടാൽ അതിന്റെ അർത്ഥം
വാർദ്ധക്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. അതാണ് തെറ്റ്. വാർദ്ധക്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ ഈ സ്ത്രീകളോട് ചോദിച്ചു, അവരെല്ലാം ചെറുപ്പക്കാരാണ്, ഒരു 30-45 വയസ്സാ റേഞ്ചിലുള്ളവരാണ്. 45-50 വരെയൊക്കെ ഉണ്ടാവും. കാരണം അവിടെ റിട്ടയർമെന്റ് ഏജിന് മുമ്പുള്ളവരാണല്ലോ എന്തായാലും. ഒന്ന് രണ്ട് പേരുടെ ഞാൻ സൂചിപ്പിച്ചു. ഞാനവിടെ സംസാരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു, നിങ്ങളെന്താ ഈ വെളുത്ത മുടിയായിട്ട് നടക്കുന്നത്? സ്ത്രീകളെ സംബന്ധിച്ച് വെളുത്ത മുടി ഒരു അഴകല്ല കേട്ടോ. പുരുഷന്മാർക്ക് പിന്നെ ആകാം. സ്ത്രീകൾക്ക് കറുത്ത മുടി തന്നെയാണ്. എന്താ കാര്യം? അത് അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കറുത്ത മുടി ഉണ്ടെങ്കിൽ അവർ ചെറുപ്പക്കാരായിട്ട് തോന്നും. ചെറുപ്പക്കാരാണോ അല്ലയോ എന്നുള്ളതല്ല. പുരുഷന്മാരെ കുറിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കൊന്നുമില്ല. പണ്ട് പറയാറ്, ആഢ്യത്വത്തിന്റെ ലക്ഷണമായിട്ട് പറയാറ് തലയിൽ കഷണ്ടി, ചെവിയിൽ രോമം, കുടവണ്ടി, കുംഭ, ഇത് മൂന്നുമായിരുന്നു ആദ്യത്തെ ലക്ഷണം. കേരളത്തില് ആദ്യത്തെ ലക്ഷണം നിർവഹിച്ചിരുന്നത് അങ്ങനെയാണ്. ഇന്നത് മൂന്നും നിർവചിക്കാൻ പറ്റുമോ? കുടവേറുള്ള ആളെ കണ്ടാൽ പറയും ഒരു പണിയെടുക്കാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷണ്ടി പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, ജന്മനാ വരുന്നത്. അതിനിപ്പം വരുന്നുണ്ട്. ഇപ്പം മോഹൻലാൽ ഫുൾ കഷണ്ടിയല്ലേ? മോഹൻലാലിന്റെ കഷണ്ടികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫുൾ കഷണ്ടിയാണ്. പക്ഷെ ഇപ്പോഴും മോഹൻലാൽ എന്നേക്കാൾ മൂത്തതാണ് കേട്ടോ. ഇപ്പോഴും വളരെ ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. മോഹൻലാലിന്റെ അനിയൻ എന്നോട് പഠിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രായം ഇപ്പൊ ഒരു വേറൊരു നമ്പറാണ്. ഞാൻ അന്ന് കണ്ട സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ പരാജയം സമ്മതിക്കുകയോ വാർദ്ധക്യം ഏറ്റുവാങ്ങുകയോ ചെയ്യാൻ മനസ്സാ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ മുടി കറക്കുന്നത്. മനസ്സിലായില്ലേ? പരാജയം ഏറ്റുവാങ്ങുകയോ അല്ലെ അത് ഏൽക്കാൻ തയ്യാറായി നിൽക്കുകയോ എനിക്കിനി ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ലാന്ന് മനസ്സിലാക്കുകയോ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുടി വെളുത്തു പോകുന്നത്. അത് അനുവദിക്കരുത്. നിങ്ങൾ കറുപ്പിക്കണം. എനിക്ക് നിങ്ങളെ ആജ്ഞാപിക്കാനുള്ള കഴിവില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ള കഴിവുണ്ട്. അതിനാണ് എന്നെ വിളിച്ചത്. ഇവിടെ ആർക്കും ഉപദേശം വേണ്ട. ഒരൊറ്റ ആളിന്റെ മുടി കറുത്തിട്ടില്ല. നിങ്ങളത് സ്വമേധയാ സ്വീകരിച്ചവരാണ്. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മുടി കറക്കുമ്പോൾ തന്നെ നിങ്ങളിൽ മാറ്റമുണ്ട്. എന്താണ്? എനിക്കിനി ജീവിക്കണം, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളിൽ വരും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ഉപദേശിച്ചു കൊടുത്തു? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? എന്റെ ഭാര്യ ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയി മുടി കറുപ്പിക്കുന്നു, മുടി ഷേപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നല്ലതല്ലേ? നല്ലതാണ്. നിങ്ങളുടെ ഭാര്യ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ട്? നാട്ടിലെല്ലാവരും പോകാറുണ്ട്. ഇനി ബ്യൂട്ടി പാർലറിൽ പോകുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ 40 വയസ്സിന് ശേഷമുള്ളവരാണ് കേട്ടോ. അതും അറിയണം. ചെറുപ്പക്കാർ കുട്ടികളല്ല. അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ഗുണം ഉണ്ടായി. ഞാൻ പിന്നെ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന കുറെ സ്ത്രീകളെ കാണാനിടയുണ്ട്. എല്ലാവരും നല്ല സുന്ദരിമാരായിട്ട് മുടി കറുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അത് തന്നെ ഒരു മാറ്റം ഉണ്ടായി. അപ്പൊ മാറ്റം നമ്മുടെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സ്ഥാപനം പൊളിയാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം പൊളിഞ്ഞില്ല, ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് താഴേക്കാണ്. നമ്മളെന്തിനാ ദുഃഖിക്കുന്നത്? ആ സ്ഥാപനം ഉണ്ടെന്ന് കണ്ടിട്ടാണോ നമ്മളൊക്കെ ജനിച്ചത്? അല്ലല്ലോ. മരണത്തെ കണ്ടാലും നമ്മൾ ചിരിക്കണം. എന്താ പറയാ? ഇപ്പൊ ഞാൻ 2 തവണ മരണത്തെ മുഖത്തോട് മുഖം കണ്ട ആളാണ്. ഞാൻ ഇങ്ങോട്ട് നടന്നു കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റെപ്പ് കയറാൻ എടുക്കുക എവിടെയും പിടിച്ചേ കയറാൻ പോയി. എൻ്റെ 2 കാലം സ്റ്റീൽ കിട്ടിയിരിക്കുക. ഒരു 9 കൊല്ലം മുമ്പ് കോട്ടയത്ത് വെച്ച് ഹെഡ് ഓൺ ആയിട്ട് എൻ്റെ കാറ് വേറൊരു വണ്ടിയിൽ ഇടിച്ചു. എൻ്റെ കാറിന്റെ ബോണറ്റൊക്കെ തെറിച്ചു പോയി. എൻ്റെ 2 കാലും മുട്ടിന് താഴെ വെച്ച് ഒളിഞ്ഞു. എൻ്റെ ഡ്രൈവർക്ക് ഒന്നും പറ്റിയില്ല. കാരണം വണ്ടി ഇടിക്കാൻ പോയപ്പോൾ അയാൾ കർത്താവേന്ന് വിളിച്ചു. എന്നിട്ട് അയാൾ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നു. കർത്താവിന്റെ ക്രമം കൊണ്ടാണോ എന്റെ ഭാഗ്യദോഷം കൊണ്ടാണോ വണ്ടി ഇടിച്ചത് ഇടതുവശത്താണ്. ഞാൻ അവിടെ ഇരുന്നത്. 2 കാലം എടുത്തു. കാറിന് എടുത്തിട്ട് ഈ ബോംബ് പൊട്ടുന്ന പോലെയുള്ള ശബ്ദം കേട്ടിട്ട് നാട്ടുകാരൊക്കെ ഓടുന്നു. 25 നാട്ടുകാർ. KK റോഡിലാണ്, വലിയ ഹൈവേ അല്ലേ. നല്ല സ്പീഡാണ് 2 വണ്ടിക്കും, ഇടിച്ച വണ്ടിക്കും എൻ്റെ വണ്ടിക്കും. കാരണം അവിടെ സ്പീഡിൽ ഓടിക്കാൻ ഒരു വിഷമമില്ല. പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വന്ന വണ്ടിയെ ഓടിച്ചാൾ ഉറങ്ങിപ്പോയി. നേരെ വന്ന വണ്ടി ഒരു 10 അടി അപ്പുറത്ത് വെച്ച് ഇങ്ങോട്ട് ചെല്ലി. 10 അടിക്ക് വണ്ടി ചെരിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റും? കർത്താവെന്ന് വിളിക്കാൻ മാത്രമേ പറ്റൂ. അതിനപ്പുറം ഒന്നും. അയാൾ കർത്താവെന്ന് വിളിക്കുന്നത് മൊബൈലിൽ നോക്കിയിരുന്ന് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് നോക്കുമ്പോൾ അതാ കയറി വരുന്നൊരു വണ്ടി നേരെ എൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ ഇടതുവശത്ത് ബാക്ക് സീറ്റിലായിരിക്കുന്നത്, ഫ്രണ്ട് സീറ്റിൽ കയറി പിടിച്ചു. അതിലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഒരു കയ്യിൽ മൊബൈലുണ്ട്, മറ്റേ കയ്യിൽ ഫ്രണ്ട് സീറ്റിൽ കയറി പിടിച്ചു. പിടിച്ചതും ഇടി കഴിഞ്ഞു.
ആ സീറ്റ് ഒടിഞ്ഞു, ഞാൻ പിടിച്ച സീറ്റ് ഒടിഞ്ഞു, എൻ്റെ കയ്യിൽ ഫ്രാക്ചർ വന്നു. നേരെ ബുള്ളറ്റ് ട്രെയിൻ പോലെ മുന്നോട്ട് പോയിട്ട് എൻ്റെ 2 കാലിലും ഫ്രണ്ട് സീറ്റിൽ ഒടിഞ്ഞു പൊടിഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ മുട്ടിന് മുകളിൽ ഒരു ഡാമേജ് വന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യം. പക്ഷെ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ എനിക്കത് വലിയ വിഷമം തോന്നില്ല. എന്താ പറയുക, നമ്മളൊക്കെ മരിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഫസ്റ്റ് ബിലീഫ് സിസ്റ്റം അതാണ്, മരണത്തെ ആരും ഭയക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാഭാരതത്തില് വനവാസ കാലത്ത് സരയൂ നദീന്റെ തീരത്തില് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും കൂടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം കുടിവെള്ളം വേണമല്ലോ, കുടിവെള്ളം സരയൂ നദിയിൽ നിന്നാണ് എടുക്കുന്നത്. കുടിവെള്ളം തീർന്നുപോയി. അപ്പൊ ഇവർക്കൊരു ടെക്നിക്ക് ഉണ്ട്, അവർ വലിയ മന്ത്രശാലികളൊക്കെ അല്ലേ, വെള്ളം ഉരുട്ടിക്കൊണ്ടുവരും. എനിക്കതറിയില്ല കേട്ടോ, വെള്ളത്തെ പാത്രമൊന്നുമില്ല, വെള്ളത്തെ ഉരുട്ടിക്കൊണ്ടുവരുന്നവരെ. ആർക്കെങ്കിലും മാത്രം അറിയുമെന്ന് എനിക്കറിയില്ല, കഥകളല്ലേ, അതുകൊണ്ട് അത് വിശ്വസിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ സാധാരണ വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്ന് ആദ്യം കടയിലേക്ക് പറഞ്ഞു വിടുന്ന ആരെയാണ്? ഏറ്റവും ഇളയാളെ പറഞ്ഞു, അങ്ങനെയല്ലേ, ഏറ്റവും ചെറിയ കുട്ടികളെ പറഞ്ഞു. അപ്പൊ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇളയതാര? സഹദേവൻ. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, സഹദേവ വെള്ളം എടുത്തുകൊണ്ട് വരൂ, പാഞ്ചാലിക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സഹദേവൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയി, തിരിച്ചു വരുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ തിരിച്ചു വരാഞ്ഞപ്പം അവരൊക്കെ മഹായോദ്ധാക്കന്മാരാണ്, പേടിയൊന്നുമില്ല, എങ്കിലും ഒന്ന് നോക്കട്ടെ. അടുത്ത ആളെ പറഞ്ഞു, സഹദേവൻ പോയി കഴിഞ്ഞു. നകുല ഒന്ന് പോയി സഹദേവൻ എവിടെയും നോക്കിയിട്ട് വരും. നകുലം പോയിട്ടും തിരിച്ചു വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, കുറെ കാത്തു കഴിഞ്ഞപ്പോ ക്ഷമ പോയി. അപ്പൊ എന്ത് പറഞ്ഞു, അടുത്തത് അർജുനനാണ്, ലോകത്തെ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വില്ലാളി വീരനാണ്. അർജുന, നീ ഒന്ന് പോയി നോക്കിയിട്ട് വരും. അർജുനൻ പോയിട്ട് തിരിച്ചു വന്നില്ല. പിന്നെ അടുത്ത ഭീമനാണ്. ഭീമനെ പറഞ്ഞു വിട്ടു. ഭീമനാണെങ്കിൽ അരോഗ ദൃഢഗാത്രനാണ്, അജയ്യനാണ്. ഭീമൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, യുധിഷ്ഠിരൻ വിചാരിച്ചു ഞാൻ തന്നെ പോയി നോക്കാന്ന് വിചാരിച്ചു. യുധിഷ്ഠിരൻ അവിടെ പോയി. യുധിഷ്ഠിരൻ അവിടെ പോയപ്പോ ഒരു അശരീരി എന്ന് പറഞ്ഞ രൂപമല്ലേ, ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു അശരീരി പറയുന്നത്, യുധിഷ്ഠിര, ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണ്? അത് പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ നിന്റെ അനുജന്മാരെയും കൊണ്ട് വെള്ളവും കൊണ്ട് പോകാം. ഇല്ലെങ്കിൽ ഇവന് കിടക്കുന്ന പോലെ നീ ഇവിടെ കിടക്കേണ്ടി വരും. അപ്പൊ ഇതിന് മുമ്പേ പോയവർ പലതും പറഞ്ഞു. ചിലർ പറഞ്ഞു പ്രകൃതിയാണ് മഹാത്ഭുതം, ചിലർ പറഞ്ഞു നമ്മുടെ അനുഭവങ്ങളാണ് മഹാത്ഭുതം. പല ആൻസേഴ്സും കൊടുത്തു. അത് മഹാഭാരതത്തിൽ വളരെ വിചിത്രമായ രീതിയിൽ അതൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ യുധിഷ്ഠിരനോട് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാത്മാവേ, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അറിയാം, ഒരു നാൾ അവൻ ജനിച്ചാൽ ഒരു നാൾ അവൻ മരിക്കും. പക്ഷെ അത് മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ മഹാത്ഭുതം. ശരിയാണോ? തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് അത് മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്? ഞാനത് മറന്നുകൊണ്ട് ജീവിക്കുന്നു കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്നറിയില്ല. മരണത്തെ പേടിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം നരകമാണ്. അതൊരു മരണമാണ്. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഒരു മരണമാണ് മരിച്ചു ജീവിക്കുക എന്ന് പറയും. ഒരർത്ഥമില്ല. പോസ്റ്റ്മസ് ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മരിച്ചു ജീവിക്കുക. അത് വേണ്ടെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് അശരീരി രൂപം പ്രാപിച്ചു. ഈ ശബ്ദം മാത്രം കേട്ടുന്ന ആൾ രൂപത്തോട് വന്നു. അതാരാണെന്നറിയാമോ? യമധർമ്മൻ, കാലൻ, സാക്ഷാൽ ഗോഡ് ഓഫ് ഡെത്ത്. യമധർമ്മൻ ആരാ? യുധിഷ്ഠിരനായിട്ട്, യുധിഷ്ഠിരന്റെ അച്ഛനാണ്. ഉടൻ തന്നെ യുധിഷ്ഠിരൻ വന്നിച്ചു. പിതാവേ വന്ദനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. നീ ധർമ്മപുത്രൻ എന്നാണ് ചോദിക്കുന്നത്. ധർമ്മരാജന്റെ മകൻ ധർമ്മപുത്രൻ. നിന്റെ ധർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പരീക്ഷിച്ചതാ. നീ ആ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു പറഞ്ഞ് വലിയ ആശീർവാദം കൊടുത്തിട്ടു. ഞാനിതിനായി കഥയെന്നൂടെ പറഞ്ഞത് മഹാഭാരതം പഠിപ്പിക്കാനൊന്നുമല്ല കേട്ടോ. മഹാഭാരതം കേൾക്കാത്ത ആരും മലയാളത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു മലയാളി അടുത്ത കാലത്ത് പ്രസംഗിക്കുക, മലയാളി വിദേശത്ത് ജീവിക്കുന്ന മലയാളിയാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളൊന്നായിട്ട് മഹാപരാധ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. മഹാഭാരതത്തെ മഹാ അപരാധമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അത് മാത്രമേ ഒരു സങ്കടം വന്നുള്ളൂ. സത്യത്തില് ഈ കഥ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുള്ള കഥയാണ് മഹാഭാരതം.
അത് കഴിഞ്ഞാൽ പിന്നെ ഹോമറുടെ ഇലിയഡാണ്. ഇലിയഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇലിയഡ് ഒരു ചെറിയ പുസ്തകമാണ്. മഹാഭാരതം അത്ര ചെറിയ പുസ്തകമൊന്നുമല്ല കേട്ടോ. നമ്മൾ സ്റ്റാൻഡേർഡ് പുസ്തക സൈസിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊക്കം വരും മഹാഭാരതം. മഹാഭാരതം ഫുള്ള് വായിച്ചിട്ടുള്ള ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ വായിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് മഹാഭാരതം. ഏതാണെന്നറിയാമോ? മഹാഭാരതം കിളിപ്പാട്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതി, ഇത്രയേ ഉള്ളൂ. അത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ വായിക്കാറില്ലേ? നമ്മൾ ഈ സപ്താഹം നടത്തുമ്പോൾ രാമായണവും മഹാഭാരതമൊക്കെ വായിക്കുന്ന പതിവുണ്ട്. രാമായണമാണ് പൊതുവെ, പക്ഷെ ചിലയിടത്ത് മഹാഭാരതവും വായിക്കും. അങ്ങനെ വായിക്കാറുണ്ട്. നമുക്ക് പുസ്തകമായിട്ടും വായിക്കാം. പക്ഷെ ഒറിജിനൽ മഹാഭാരതം, വ്യാസ മഹാഭാരതം, അതിൻ്റെ തർജ്ജിമ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ചെയ്തത്. വ്യാസ മഹാഭാരതം ഒരാൾ എഴുതിയതല്ല എന്നായിരുന്നു പണ്ട് ബ്രിട്ടീഷ് എഴുത്തുകാർ പറയാറ്. ഇത്ര വലിയൊരു പുസ്തകം ഒരാൾ എഴുതി, ഇത്ര പൊക്കത്തിലുള്ളൊരു പുസ്തകം. പക്ഷേ അവരാ അഭിപ്രായം മാറ്റി. എന്താണെന്നറിയാമോ? മലയാളിയായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇത്രയും പുസ്തകങ്ങളെ 1 വർഷം കൊണ്ട് തർജ്ജിമ ചെയ്തു. 1 വർഷം കൊണ്ട് തർജ്ജിമ ചെയ്തു. അപ്പോ പാശ്ചാത്യർക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. മഹാഭാരതവും ഒരാൾ എഴുതിയ. പക്ഷെ വ്യാസൻ എന്ന് പറയുന്ന ഒരു പേരല്ല. വ്യാസൻ എന്ന് പറയുന്ന ഒരു വംശനാമമാണ്. ഇപ്പൊ എഴുത്തച്ഛൻ ഒരു പേരാണ്. ഇപ്പൊ ചിറ്റൂർ പോയി കഴിഞ്ഞാൽ ഒരുപാട് എഴുത്തച്ഛന്മാരെ കാണാം. തിരൂർ പോയി കഴിഞ്ഞാൽ ഒരുപാട് എഴുത്തച്ഛന്മാരെ കാണാം. അതൊരാളുടെ പേരല്ല. ഇപ്പൊ എൻ്റെ പേരിലൊരു പിള്ളയുണ്ട്, പിള്ളയെന്നും. ഇപ്പൊ എൻ്റെ പേര് പിള്ള എന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിയുടെ പേരിൽ നായർ എന്നുണ്ട്. ഇതൊക്കെ ഒരു പേരാണ്. അതൊക്കെ ഓരോ വംശനാമങ്ങൾ അങ്ങനെ കൊടുക്കുന്നതാണ്, ഒരു ജാതീയ പേരുകൾ. അത് ഭംഗിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നാം വിട്ടുപോയില്ലേ രക്ഷാകർത്താക്കൾ. അതുകൊണ്ട് അത് വെട്ടിക്കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വെട്ടിക്കളഞ്ഞവരുണ്ട് കേട്ടോ. മന്നത്ത് പത്മനാഭ പിള്ള, അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാക്കി വെട്ടിക്കളഞ്ഞു. അതുപോലെ കെ കേളപ്പൻ നായർ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് കെ കേളപ്പൻ, കേരള ഗാന്ധി. അദ്ദേഹം കെ കേളപ്പൻ നായർ എന്നുള്ള പേര് കെ കേളപ്പൻ എന്ന് വെട്ടിക്കളഞ്ഞു. ഇവർ രണ്ടുപേരുമാണ് NSSന്റെ സ്ഥാപകർ. കെ കേളപ്പനും മന്നത്ത് പത്മനാഭൻ, അവർ രണ്ടുപേരും പേര് വെട്ടിക്കളഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാം? ഞാനിതൊരു പേര് വെട്ടിയില്ല. എൻ്റെ പേരിൽ ഇപ്പോഴും ഒരു പിള്ളയുണ്ട്. നേരത്തെ അവിടെ കിടക്കട്ടെ, എന്തായാലും അച്ഛനമ്മ ഇട്ടല്ലേ, അവരുടെ സന്തോഷത്തിന് ഇട്ടല്ലേ. എനിക്കതിൽ വലിയ താല്പര്യം ഇല്ലെങ്കിൽ അതവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കട്ടെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, മനസ്സിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം. പൈസ ഒരുപാട് കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എൻ്റെ ഒരു അനുഭവ കഥ ഞാൻ പറയാം. ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ദുബായിലുള്ള ഒരാളെ കാണാനിടയായി. ദുബായിൽ ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്തായത് ഭയങ്കര ബിസിനസ്സാണ്, എത്രയോ കോടികളുടെ ബിസിനസ്സാണ്. അദ്ദേഹത്തിന്റെ വീട് റാന്നിക്കടുത്ത് എവിടെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ കണ്ട് പരിചയപ്പെട്ടു. എൻ്റെ സുഹൃത്തിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അദ്ദേഹം. കണ്ട് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. ഷാർജയില് കോടാനുകോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാട്ടിലെവിടെ വീട്? പറഞ്ഞു, നാട്ടിൽ റാന്നിക്കടുത്ത് എനിക്ക് വീടുണ്ട്. ഒന്നല്ല, ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പോവാറില്ലേ? ഇല്ല, ഞാൻ അങ്ങോട്ടൊക്കെ പോവാറില്ല. അപ്പൊ ബന്ധുക്കളൊക്കെയോ? അവരെന്നെ വേണം ഇവിടെ വന്ന് കാണും, ഞാനിങ്ങോട്ട് പോകാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ പോവാത്തെ? അത് എനിക്ക് കുട്ടികളില്ല. കാര്യം അയാൾ മാത്രമേ ഉള്ളൂ അവിടെ താമസിക്കുന്നത്. കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പേടിയാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ ബന്ധുക്കളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ധൈര്യത്തോടെ അവരുടെ വീട്ടിൽ പോയി താമസിക്കും. ചോദിച്ച ചോദ്യം എനിക്ക് എപ്പോഴേക്കും ആലോചന. നമ്മളാലോചിക്കും എത്ര മാതിരി. അയാൾ വലിയ ബിസിനസ്സുകാരൻ അങ്ങനെ ആലോചിച്ചു. അപ്പൊ അയാൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാറില്ല. അയാളുടെ വീടുകൾ തന്നെ ബന്ധുക്കൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുക. അങ്ങോട്ട് പോകില്ല. കാരണം അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം അവരിലേക്ക് എത്തുമെന്ന് അവർക്കും അറിയാം. കാരണം ക്രിസ്തീയ പിന്തുടർച്ചാവകാശം അനുസരിച്ച്, ഹിന്ദു പിന്തുടർച്ചാവകാശം പോലെയല്ല, ക്രിസ്തീയ പിന്തുടർച്ചാവകാശം അനുസരിച്ച് ഭർത്താവിന്റെ കുടുംബക്കാരിലേക്ക് സ്വത്ത് മുഴുവൻ പോകും. ഇതാണ്. അപ്പൊ പണം ഉള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടാവുമോ? സന്തോഷത്തിന്റെ ഒരൊറ്റ വഴിയുള്ളൂ, മാനസികാരോഗ്യം. ശാരീരിക ആരോഗ്യം കൊണ്ട് സന്തോഷം ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 കാലും ഒടിഞ്ഞു. കുറെ നാൾ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടന്നു. ഇപ്പൊ വടിയില്ലാതെ നടക്കുന്നു മാത്രം. എന്നാലും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇനി അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടോ? ഇല്ല. സന്തോഷം മനസ്സിന്റെ ഒരു വികാരമാണ്.
ഈ വികാരം തന്നെ ഞാൻ ജീവിക്കുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീകളാണ് പലപ്പോഴും പറയാറ്, ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണെന്ന് പറയും. അവർക്ക് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി. ഒരിക്കലും പറയരുത് നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ട. ഒരുപക്ഷെ മനസ്സിലാകുന്നത് എന്താണെന്ന് ഭർത്താക്കന്മാർ പറയും ചിലപ്പോ, ഞാൻ എന്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണ് എന്റെ അഹോരാത്രം പണിയെടുക്കുന്നത്. നിങ്ങളൊന്ന് കിടപ്പിലായി നോക്കി കുട്ടികൾ നിന്നൊക്കെ വരുമോ? പ്രതീക്ഷിക്കരുത് കേട്ടോ. എത്ര നല്ല കുട്ടികളായപ്പോൾ അവർക്ക് അവരുടെ ഒരു ജീവിതമുണ്ട്. നിങ്ങൾ അതൊന്നും പ്രതീക്ഷിച്ച് അവരെ വളർത്തില്ല. നിങ്ങൾ അവരെ വളർത്തേണ്ടത് നിങ്ങളുടെ കടമ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വളർത്തും. വളർത്തി പറക്ക മുറ്റിക്കഴിഞ്ഞാൽ തള്ളി താഴെ ഇടണം. എന്താണ് തള്ളി താഴെ ഇടുന്നത്? ഒരു പക്ഷി അത് കൂട്ടിൽ മുട്ടയിടും. കൂട്ടിൽ മുട്ടയിട്ടിട്ട് കുഞ്ഞ് വളരുന്നവരെ അതിനെ നോക്കും. കുഞ്ഞ് മുട്ട പൊട്ടി കുഞ്ഞ് പുറത്തു വന്നാൽ കുഞ്ഞിന് ആഹാരം അവിടെ എത്തിച്ചു കൊടുക്കും. ഒരു സ്റ്റേജിൽ പക്ഷിക്ക് മനസ്സിലാവും ഇവന് പറക്കാനുള്ള ശക്തിയായി ചിറകിനത്, തള്ളി താഴെ ഇടും. പിന്നെ നോക്കുകയില്ല. പിന്നെ ചെറുപക്ഷി ഒരിക്കലും തിരിച്ചാ കൂട്ടിലേക്ക് വരില്ല, ഒരിക്കലും വരില്ല. എന്ന് മാത്രമല്ല, അത് പറന്ന് അതിന്റെ സാമ്രാജ്യം, അത് വേറെ പക്ഷികളെയൊക്കെ കാണും, അതിന്റെ കൂടെ കൂട്ടുകൂടി അത് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇതാണ് ലോകനീതി. നമ്മുടെ കുഴപ്പം എന്താ? മലയാളിയുടെ മാത്രം ഒരു കുഴപ്പമുണ്ട്. മക്കള് 30 വയസ്സായാലും 40 വയസ്സായാലും അവർക്ക് ചെലവിന് കൊടുത്തിട്ട് കൈയും കാര്യമില്ലേ അവർക്ക്. പണ്ട് വരരുചി പറഞ്ഞ വാക്ക് നമുക്ക് പറയപ്പെട്ട മന്ത്രികുലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പറയപ്പെട്ട മന്ത്രികുലത്തിൽ വരരുചി പറയും, ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വരരുചി പറയും അതിനെ അവിടെ ഇട്ടിട്ടെങ്കിൽ പോരുന്നു. അപ്പൊ ഈ പറയും ചോദിക്കും ഇതെങ്ങനെ ജീവിക്കും? അപ്പൊ വരരുചി എന്താ പറയാ? വാകേറിയ തമ്പുരാൻ എണ്ണം കൽപ്പിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന് വായുണ്ടെങ്കിൽ അത് ജീവിച്ചോളും. അതവിടെ കിടന്ന് കരയും. ആരെങ്കിലും അതിനെ എടുത്ത് വളർത്തും. ആരെങ്കിലുള്ള സമയത്തുമ്പോ അത് സ്വയം ജീവിക്കാൻ പഠിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ വഴി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ പഴക്കം പറ്റിക്കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു പ്രത്യേക ദൗർബല്യമാണ്, എത്ര വയസ്സായാലും ജോലി ചെയ്യാൻ മക്കൾ റെഡിയാണെങ്കിലും ജോലി കൂടി അയക്കാതെ വീട്ടിൽ ആ ജോലിയുടെ സ്റ്റാൻഡേർഡ് പോരാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തമാശ വന്നിട്ടെന്ന് പറയും. ഗുജറാത്തിലെ ഞാൻ കുറേ നാൾ ബോംബെ താമസിച്ചത്. അപ്പോൾ ഗുജറാത്തുകളുടെ അതിന്റെ തൊട്ടടുത്താണല്ലോ ഗുജറാത്ത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു. ഈ ഗുജറാത്തുകളുടെ ഒരു പ്രത്യേക രീതി നോക്കും. വലിയൊരു മുതലാളിയാണെന്ന് വെച്ചോളൂ, കോടീശ്വരനായ രത്നവ്യാപാരി. മോൻ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അവൻ വല്ല BA BSCയോ, അവൻ എഞ്ചിനീയറിംഗ് മെഡിസിനൊന്നും പോകില്ല. അവരെങ്ങനെ ഗുജറാത്തിലും മറുപടികളും ഗുജറാത്തിലും ഒക്കെ എങ്ങനെയാണ്? അവൻ പറയും എനിക്ക് BCom പോകണം, BAക്ക് പോകണം. ശരി, പഠിച്ചോളാൻ പറയും. അത് കഴിയുമ്പോൾ എന്ത് പറയും? നീ എവിടെയും പോയി ജോലി ചെയ്തോളെന്ന് പറയും. അച്ഛനും ഒന്നും കൊടുക്കില്ല. അവരെന്ത് ചെയ്യും? വല്ല ഹോട്ടൽ ക്ലീനറായിട്ട് നിൽക്കും, പാചകക്കാരനായിട്ട് നിൽക്കും, കടയിൽ കോടീശ്വരന്റെ മകനാണ്. ബെൻസ് കാറിലും BMW കാറിലും ഒക്കെ നടക്കേണ്ട പിള്ളേരാണ്. കൊടുക്കില്ല. ഇനി എവിടെയും പോയി പണി പഠിച്ചോളാൻ പറയും. ജോലി ചെയ്ത് ജീവിച്ചു. അങ്ങനെ ഗുജറാത്തുകളിലെ ചില കുട്ടികളൊക്കെ കേരളത്തിലെ ഹോട്ടലുകളിലൊക്കെ വന്ന് സപ്ലയർമാരായിട്ട് നിൽക്കാൻ നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവും. എന്തിനാ അത്? ജീവിതം പഠിക്കാൻ. നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതാണ്, അവർ ജീവിതം പഠിക്കുന്നില്ല. They are in a protected environment. എല്ലാ കാലത്തും അവർക്ക് അവരുടെ അച്ഛനും അമ്മയും പഴയൊരു ചൊല്ലില്ലേ, 10,000 പേരും ചക്കി കുത്തും, അമ്മ വെക്കും ഞാൻ ഉണ്ണും. അങ്ങനെ അമ്മ വെക്കും ഡെയിലി ഭക്ഷണം, ഞാൻ ഉണ്ണും. ഈ ഉണ്ണുന്നതിനപ്പുറം അവർക്കൊരു കർത്തവ്യമില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുക. അത് മാറ്റണം. ഇപ്പൊ കുറച്ച് മാറി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ജെൻസി കുട്ടികൾ അങ്ങനെ വീട്ടിൽ അടഞ്ഞിരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ പറയാൻ കാരണം, കോളേജിൽ പഠിക്കുന്ന പല കുട്ടികളും, ഇപ്പൊ ഞാനൊരു കോളേജിൽ നടത്തുന്നെന്ന് പറഞ്ഞില്ലേ, പല കുട്ടികളും ക്ലാസ് ഇല്ലാത്ത സമയത്ത് ജോലി എടുക്കാൻ പോകുന്നുണ്ട്. ഓൺലൈൻ ഡെലിവറി, പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കുക, സദ്യക്ക് വിളമ്പാൻ പോവുക. ഞാൻ അതിനെ അംഗീകരിക്കും. എന്ന് വെച്ചാൽ ആ കുട്ടികൾ ജീവിതം പഠിക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ സദ്യ വിളമ്പുന്ന കൂട്ടത്തിൽ കണ്ടാൽ അവൻ എൻ്റെ മോനല്ല എന്നുള്ള വേണ്ടി തിരിഞ്ഞിരിക്കരുത്. അവനെ വിളിച്ചിട്ട് 10 പേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതാണ് ജോലിയുടെ മഹത്വം. അങ്ങനെയാണ് അവൻ ജീവിച്ച് പഠിക്കേണ്ടത്. ഇതാണ് ഗുജറാത്തുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? 2-3 കൊല്ലം ജീവിതം പഠിച്ചിട്ട് അവൻ തിരിച്ചെത്തുമ്പോൾ അച്ഛന് മനസ്സിലാവും അവന് ബിസിനസ് നടത്താനുള്ള പരിചയമായോ എന്ന്. ബിസിനസ് അങ്ങോട്ട് ഏൽപ്പിച്ചു. എത്ര ബിസിനസ്? കോടികളുടെ ബിസിനസ്. അവനും അതറിയാം. അപ്പൊ അവൻ പഠിച്ചു കഴിയാതെ അത് കൊടുക്കൂല. അടുത്ത കാലത്ത് ഒരു ഗുജറാത്തിയുടെ ഒരു മകൻ എന്നെ കാണാൻ വേണ്ടി വരികയുണ്ടായി. അതൊരു സാങ്കേതിക വിവരം അന്വേഷിക്കാൻ വേണ്ടി. അയാൾക്ക് ഒരു വലിയ കൺസ്ട്രക്ഷൻ കെമിക്കൽസിന്റെ കമ്പനിയുണ്ട്. അത് ഈ നിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ സിമെന്റ് കമ്പനികളുമായിട്ടും കോൺട്രാക്ടർമാരുമായിട്ടുള്ള ബന്ധവും ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പൊ ഞാൻ അയാളോട് ചോദിക്കണ്ടായി, ഇത്
നിങ്ങൾ എപ്പോഴാണ് ഈ കമ്പനി ഏറ്റെടുത്തത്? അതൊരു 10-35 വയസ്സുണ്ട്. അപ്പം പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് പഠിച്ചിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ്. കോടീശ്വര പുത്രനാണ്. ജോലിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു കമ്പനി എനിക്ക് ഏൽപ്പിച്ചു. അത് കോയമ്പത്തൂർ, ഗുജറാത്തിയാണ് കമ്പനി, കോയമ്പത്തൂർ. ഗുജറാത്തിൽ ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. എനിക്കൊരു സഹോദരനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. അയാൾ ഹാപ്പിയാണ്. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ അസലായിട്ട് ഇംഗ്ലീഷും ഹിന്ദി സംസാരിക്കും. കാരണം എനിക്കൊന്ന് പഠിച്ച സ്കൂളുകളുടെ ഗുണം കൊണ്ടായിരിക്കും. ഇങ്ങനെയാണ് അവർ കുട്ടികളെ വളർന്നത്. നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ 12 പഠിപ്പിക്കും. 12 കഴിഞ്ഞാൽ ഉടനെ ഡിഗ്രി പഠിപ്പിക്കും. ഡിഗ്രി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കോ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടർമാർക്കോ ഒക്കെ കുറെ പൈസ കൊണ്ട് കൊടുത്തിട്ട് അടുത്ത വേക്കൻസി എനിക്ക് തരപ്പെടുത്തി തരണം. നമ്മുടെ രീതിയാണിത്, അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ നന്നായി അറിയുന്നവരാ. കാരണം നമ്മളൊക്കെ ചട്ടക്കൂടി വന്നതാണ്. നമ്മൾ അവരെ ബേസിക്കായിട്ട് മടിയന്മാരാക്കുക. ബിസിനസ് എന്നുള്ള ഒരു രീതി തന്നെ നമ്മുടെ കുട്ടികൾക്ക് അന്യമാണ്. എന്താ കാര്യം? ബിസിനസ് ചെയ്യുന്നവരെ നമുക്ക് പുച്ഛമാണ്. ബിസിനസ് ചെയ്യുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? മുതലാളി, അല്ലേ? മുതലാളി എന്ന് പറഞ്ഞാൽ നല്ല വാക്കാണോ? രണ്ടർത്ഥം അതിന് കൊടുക്കാം. മുതലിനെ ലാളിക്കുന്നവനും ആകാം, മുതലിനെ ആളുന്നവനും ആകാം. എന്നുവെച്ചാൽ ഒന്ന് മുതൽ കയ്യിലുള്ളവൻ, ഒന്ന് മുതലിനെ ലാളിക്കുന്നവൻ. പക്ഷെ ആ വാക്കിൽ തന്നെ ഒരു പുച്ഛമുണ്ട്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ തമാശയായിട്ട് ആളുകൾ പറയാറുണ്ട്, കോടീശ്വരനായ ബിസിനസ്സുകാരൻ പെണ്ണാലോചിച്ച് ചെന്നാലും സർക്കാർ ശമ്പളം കിട്ടുന്ന ഒരു പിയൂൺ പെണ്ണാലോചിക്കുന്ന അയാളെ പെണ്ണിനെ കൊടുക്കുള്ളൂ. ഇത് നിലനിന്നിരുന്ന ഒരു രീതിയാണത്. എന്ന് മാത്രമല്ല, അതിലൊക്കെ ഒരു കാട്ടിക്കൂട്ട്. ഞാൻ തിരുവനന്തപുരത്ത് രഞ്ജൻ കോളേജ് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ അവിടുത്തെ പിയൂൺ എന്നെ എടുക്കാൻ വന്നിട്ട് ഒരു പേപ്പർ ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടു. ഞാൻ ചോദിച്ചു, എന്തായത്? അത് സാർ, എനിക്ക് കാർ എടുക്കാനുള്ള ലോണിനാണ്. ആ കോളേജിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് പിയൂൺ എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, തനിക്കെന്തിനാ കാറിന്റെ ആവശ്യം? കാറിൽ പെട്രോൾ അടിക്കണ്ടേ? അതിനുള്ള ശമ്പളമല്ലേ ഇവിടുന്ന് കിട്ടുള്ളൂ. പക്ഷെ ജീവിക്കാനുള്ള സാർ, ഓടിച്ചു നടക്കാനൊന്നുമല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഒരേ ഒരു നിർബന്ധം, ഒരു കാർ വീട്ടിൽ കിടക്കണം. അതിലൊക്കെ കാറുണ്ടേ. പിന്നെ എൻ്റെ വീട്ടിൽ എന്താ? ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പിയൂണാണെന്നുള്ള ആർക്കറിയോ? അയാൾക്കല്ലേ അറിയുള്ളൂ. അതിലൊക്കെ കാറുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുന്ന ഭംഗിയാണോ? ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കേടാവില്ലേ? അപ്പൊ വല്ലപ്പോഴും ഓൺ ചെയ്ത് ഇടുകയുള്ളൂ സാർ, ഓടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ലോൺ എടുത്തു. ലോൺ എടുത്തു കഴിഞ്ഞാണ് ട്രാജഡി. പിറ്റേ മാസം EMI അടക്കണ്ടേ? അയാൾ അവിടെ പലരുടെയും കയ്യിൽ നിന്ന് കടം ചോദിക്കാൻ തുടങ്ങി. അയാളെക്കാൾ കൂടുതൽ ശമ്പളം. 2-3 പേര് എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നു. അപ്പൊ ഞാൻ അയാളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി മേലെ ഇവിടെ ആരുടെയും കടം ചോദിക്കുന്നു, ഞാൻ നടപടി എടുക്കുന്നു. അവർ തിരിക്കപ്പുറത്തില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ കീഴ് ജീവനക്കാരൻ ദിവസം നിങ്ങളോട് വന്ന് കടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവനാവില്ലേ? എൻ്റെ ഒരു രീതിയുണ്ട്. ഒരു ഡ്രൈവർ എന്നോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അയാളെ തിരിച്ചു വിടും. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനന്ന് അഹല്യയുടെ റിട്ടയർ ചെയ്തിട്ട് ഞാൻ കുറെ കാലം അഹല്യയുടെ ഡയറക്ടറായിരുന്നു. പിന്നെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തത്. അപ്പൊ അഹല്യയിൽ നിന്ന് മടങ്ങുന്ന വഴി ആ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ, IITയുടെ മുന്നിലുള്ള അഞ്ചിക്കോട്, ആ ഗേറ്റ് എത്തിക്കഴിഞ്ഞപ്പോ എന്റെ ഡ്രൈവർ പറഞ്ഞു, സാർ, ഞാൻ എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അത് നല്ല കാര്യം, നിശ്ചയം നടക്കട്ടെ. എന്നിട്ട് എത്ര കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ കണ്ടുകൊണ്ടാണ് വിവാഹം നിശ്ചയിച്ചത്. നമ്മൾ എന്നെ കണ്ടോണ്ടോ? ഞാൻ പണ്ട് ഒരുപോലെ തന്നെ. അല്ല സാർ, 1-2 ലക്ഷം രൂപ ചെലവുണ്ട് നിശ്ചയത്തിന്. 1-2 ലക്ഷം രൂപ ചെലവുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞു, താക്കോൽ വാങ്ങിക്കഴിഞ്ഞേ പറയാം കേട്ടോ, നാളെ തൊട്ട് നിങ്ങൾ വരണ്ട. വേറൊന്നും പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? നിങ്ങളവിടെ പണം കടം ചോദിക്കുന്ന ഡ്രൈവർമാരെ ഒരിക്കലും നിങ്ങൾ ജോലിക്ക് വെക്കരുത്. എന്താ കാര്യം? നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഇതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആളെ പിരിച്ചുവിട്ടത്. ഇനി അതിലും രസം തന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഡ്രൈവർമാരെ നിയോഗിച്ചിട്ടില്ല. അത് ഡ്രൈവർമാരോടുള്ള വിരോധം കൊണ്ടല്ല. പാലക്കാട്ടെ ഡ്രൈവർമാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ, അപ്പൂപ്പനെ, അമ്മാവനൊക്കെ കൊല്ലും. ഇന്നാള് മരിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞു. മതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എത്ര അപ്പൂപ്പന്മാരും എത്ര അമ്മൂമ്മമാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയോ? ഇവര് സ്ഥിര ശമ്പളത്തിൽ വെക്കുന്ന ഡ്രൈവർക്ക് ഒരു ദിവസം പണി പോയാലും പണി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടും. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിന് ശേഷം ഇപ്പൊ സ്ഥിര ഡ്രൈവർമാർ എനിക്കില്ല. എനിക്ക് ഭാര്യയ്ക്ക് 2 ഡ്രൈവർമാരാണ്. ഞങ്ങൾ 2 പേരും ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരുപാട് ഡ്രൈവിംഗ് ഏജൻസികളുണ്ട്. ഇപ്പൊ എന്റെ കൂടെ വന്ന ഡ്രൈവർ ഉൾപ്പെടെ തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് കൃത്യസമയത്ത് അവർ ഡ്രൈവർ അവിടെ എത്തും. അത് ആരായാലും
അവരുടെ ആരും ചാവില്ല, മരിക്കില്ല. കാരണം വന്നില്ലെങ്കിൽ പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജോലി എടുക്കുന്ന ആളുകള് അതിലേക്ക് പകർത്തുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? സ്ഥിരം ജോലി കിട്ടേണ്ട 2 പേർക്ക് സ്ഥിരം ജോലി ഇല്ലാതാകും. ഇപ്പൊ എനിക്ക് 2 ഏജൻസി ഉണ്ട് ഡ്രൈവർമാരുടെ. ഒന്നിൽ ആളില്ലാവരില്ല, 2 പേർക്കും 10-80 ഡ്രൈവർമാരുണ്ട്. ഇന്നിപ്പോ ഞാൻ മെസ്സേജ് കൊടുത്തു. ഇന്ന് ഞാൻ ഡ്രൈവറെ വേണ്ടെന്ന് വെച്ചിരുന്നതാണ്. ഇന്നലെ ഒരു എത്ര മണിയായി തന്നെ വിളി, സന്ധ്യയായി കാണും. ഞാൻ കോഴിക്കോട് വരെ സന്ധ്യയായി കാണും. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ആപ്പുണ്ട് വാട്സാപ്പിൽ, അതിനകത്ത് കൊടുക്കുക, ഇന്ന് 9:30 മണിക്ക് ഡ്രൈവർ എൻ്റെ വീട്ടിലെത്തണം. കറക്റ്റ് 9:30 മണിക്ക് ഡ്രൈവർ അവിടെ എത്തും. നിങ്ങൾ ആരെങ്കിലും സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. എനിക്കൊരു തലവേദനയില്ല. അവർക്ക് വേണമെങ്കിൽ ദിവസം പൈസ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ച കൊടുക്കാം, അല്ലെങ്കിൽ മാസം കൊടുക്കാം. അത് അവർ ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. അവർ ബില്ല് അയക്കുമ്പോൾ കൊടുക്കുക. ബില്ല് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് എനിക്ക് ലാഭമാണ്. 2 ഡ്രൈവർമാർ കൂടി 35,000 രൂപ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് 24,000 രൂപയുള്ളൂ. ഓട്ടോ ഉള്ള ദിവസമല്ലേ പൈസ കൊടുക്കും. അതില്ല. അപ്പോൾ പണി ഇല്ലാതാക്കുന്നത് പണിക്കാർ തന്നെയാണ്. 2 ഡ്രൈവർമാരുടെ ജോലി ഇല്ലാതാക്കിയത് ആരാണ്? ഡ്രൈവർമാർ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു പ്രത്യേകതയാണ്. എവിടെയെങ്കിലും ഒരു സാധ്യത തോന്നിക്കഴിഞ്ഞാൽ ആളുകളെ ചീറ്റ് ചെയ്യുക. നമ്മളത് ഇവിടെ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. വിദേശങ്ങളിൽ ജീവിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ഈ കൾച്ചറില്ല. എനിക്കിപ്പോൾ തോന്നിയപ്പോൾ എൻ്റെ കോളേജ് കോഴിക്കോടിനടുത്താണ്, രാമനാട്ടുകര എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത, ഈ ചീറ്റിംഗ് എന്നൊരു സമ്പ്രദായം ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കോളേജിൻ്റെ തന്നെ ഗേറ്റ് മുതൽ കോളേജിൻ്റെ ബിൽഡിംഗ് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. വലിയ ക്യാമ്പസ്. അതുകൊണ്ട് അപ്പോൾ ഗേറ്റിൽ നിന്ന് ഒരാൾ കോളേജിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു വരണ്ടെന്ന് പറയും. ബസ്സില്ലാത്ത സമയത്താണെങ്കിൽ ഓട്ടോ പിടിച്ച് വരാൻ പറയും. 60 രൂപയാണ് 2 കിലോമീറ്റർ. അത് നല്ല കുന്നൻ്റെ മുകളിലൊക്കെ കയറുന്നത്. അവിടെ വരെ വന്നു പോകുന്നതിന് 60 രൂപയാണ്. വന്ന് ആളെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ വന്ന് വേണം എടുത്തിട്ട് പോകും. പാലക്കാട്ടാണെങ്കിൽ മിനിമം 100 രൂപ കൊടുക്കേണ്ടി വരും. നമ്മുടെ വലിയ മഹത്വമൊക്കെ പ്രസംഗിക്കുന്നതിൽ ഇതാണ് സത്യം. ഈ 60 രൂപയിൽ 1 രൂപ ആരെങ്കിലും കൂടുതൽ വാങ്ങിച്ചാൽ അവരെ അവർ പുറത്താക്കും. ഇവിടെ കൂടുതൽ വാങ്ങിക്കുന്നതിനായിരിക്കും മെടുക്കല്. അപ്പൊ നമ്മുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിമറിക്കേണ്ടിയിരിക്കും. ഞാൻ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ മാന്യന്മാരാണ്. കൃത്യം 60 രൂപയല്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ എന്നെ ആരെങ്കിലും കാണാൻ വരികയാണെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു മെസ്സേജ് ഇടും, കോളേജിന്റെ ഗേറ്റോട്ട് നിങ്ങൾ നടക്കണ്ട. സാധാരണ നമ്മുടെ രീതി എന്താ? ഇപ്പൊ വിക്ടോറിയ കോളേജിൽ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ ഗേറ്റിൽ നിന്ന് കോളേജ് വരെ നടന്നല്ലേ പോകാറ്. ഇത്ര ദൂരമല്ലേ ഉള്ളൂ. ഇത് 2 കിലോമീറ്റർ കുന്ന് കയറി വരണം. ഇത് വലിയ കുന്നാണ്. ഞാൻ തന്നെ മെസ്സേജ് ഇടും, നിങ്ങൾ ഗേറ്റിൽ നിന്ന് കോളേജ് ഗേറ്റല്ലേ വിചാരിച്ച് നടക്കാൻ നോക്കണ്ട. 2 കിലോമീറ്റർ ഉണ്ട്, നല്ല കയറ്റമാണെങ്കിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ വലിപ്പളകും. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വന്നാൽ മതി. വെറും 60 രൂപ അവർ വാങ്ങിക്കുള്ളൂ, 1 രൂപ കൂടുതൽ വാങ്ങിക്കും. ഇതുവരെ അത് മാറ്റിയിട്ടില്ല. അപ്പോൾ വർക്ക് കൾച്ചറുണ്ട്, സംസ്കാരത്തിന്റെ ചില രീതികളുണ്ട്. ഞാൻ അരമണിക്കൂറേ സംസാരിക്കുള്ളൂ എന്ന് നേരത്തെ ഏറ്റതാണ്. അറിയാതെ അദ്ദേഹത്തിന് എന്നോട് പറയേണ്ടത് ഞാൻ സംസാരിക്കുമ്പോൾ തുറന്നോളൂ. എന്റെ നേരത്തെ പലതാണ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ ഒരു കുഴപ്പമാണ്. തൊണ്ടവേദന വരികയാണെങ്കിൽ അപ്പം നിർത്തും കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് മനഃപൂർവ്വം ബെറ്റഡൈൻ ഗാർഗിൾ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ബെറ്റഡൈൻ ഗാർഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ അത് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഗാർഗിൾ ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ അത് മാറിക്കിട്ടും. ഇന്നലെ ഞാനത് ചെയ്തു. അതുകൊണ്ട് എത്ര ആരോഗ്യം കിട്ടിയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ തൊണ്ടവേദന വന്നാൽ സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നാളെയും ഒരു പൊതുപരിപാടിയാണ്. എന്തായാലും ഇവിടുത്തെ അതിഥികളൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെ വെറുതെ ഇരുത്തിയാൽ നിങ്ങൾ ബോറടിപ്പിക്കും. അതുകൊണ്ട് മതിയാകുമ്പോൾ എന്നോട് പറയണം കേട്ടോ. ഞാനിതൊരു നിത്യച്ചൊല്ല അഭ്യാസി എന്നുള്ള നിലക്കാണ്. ഞാൻ 13 വയസ്സിൽ തുടങ്ങിയത് ഈ പരിപാടി. അത്രയും 10 പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് പാലക്കാട് ജില്ലയുടെ എല്ലാ ഭാഗത്തും മിക്കവാറും എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ഒരു രസകരമായ അനുഭവം ഉണ്ടായി. ഞാനിന്ന് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയം ഡെപ്യൂട്ടേഷൻ. അപ്പൊ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇലക്ഷൻ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. കുഴൽമന്ദത്തിന് അപ്പുറത്ത് ഏതൊരു സ്ഥലത്താണ് ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ശനി ഞായറാണെന്ന് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഒരു ദിവസം തലേന്ന് പോകണമല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനങ്ങ് വരാം, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. ഡ്രൈവറെ ഏൽപ്പിക്കുന്നവരെ ഞാനങ്ങ് വരാം, എനിക്ക് അവധിയാണ്. ശനി ഞായർ അവിടെ അവധിയാണ്. അപ്പൊ ഞാനിങ്ങ് എത്തി. സാധാരണ അവധി ദിവസം വൈകിട്ട് അങ്ങോട്ട് വരുന്നതിന് വരെ ആഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ ശനിയാഴ്ച രാവിലെ ഇലക്ഷൻ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ വണ്ടിയായിട്ട് അവിടെ കുഴൽമന്ദം സ്കൂളിലായിരുന്നു, CS സ്കൂളിലായിരുന്നു സെന്റർ. അവിടെ കാത്തു നിന്നു. അവിടുന്ന് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ഈ ബൂത്തിലേക്ക് പോയി. ഈ ബൂത്ത് ഒറ്റപ്പാലം താലൂക്കിലെ അകത്തുള്ള ഒരു പഞ്ചായത്താണ്. പേര് ഞാൻ നോക്കുന്നില്ല. അവിടെ ബൂത്തിലെത്തിപ്പെട്ടു. ചോദിച്ചു ബൂത്തിലെത്തി. ഒരു 3-3:30 ആയപ്പോൾ ബൂത്തിലെത്തിയപ്പോൾ അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്.
നാട്ടിൻപുറത്തൊക്കെ ഇലക്ഷന്റെ ആഘോഷമാണ്, നമുക്കില്ലാത്തത്. നമുക്ക് വേറെ ആഘോഷം ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ബൂത്തിലൊന്നും ആളെ കാവിലേക്ക്, അവിടെ 2-8 പേര് ബൂത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രമുഖനായ ഒരാള്, അദ്ദേഹം ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടാ നിൽക്കുന്നത്, ഖദറല്ല, അതുകൊണ്ട് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വെള്ള ഷർട്ടാണ് ഇട്ട് വന്നിട്ട് വൈഫിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, സാറ് പ്രിസൈഡിംഗ് ഓഫീസറാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എൻ്റെ വൈഫാണ് പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പൊ മേഡം എവിടെ നിന്നാണ് ചോദിച്ചു വൈഫിൻ്റെ എടുക്കുന്നത്. അപ്പൊ പറഞ്ഞു ഞാൻ പാലക്കാട്ട് നിന്ന്. പാലക്കാട് എവിടെ നിന്നാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് കേട്ട് അദ്ദേഹം ചോദിച്ചു, മഹാദേവപിള്ള സാറിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അടുത്ത് നിൽക്കുകയാണ്. വൈഫ് എന്നെ നോക്കുക, ഇതെന്താ പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തമാശ ചോദിച്ചു, ഈ മഹാദേവപിള്ളയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ട് സാർ. എവിടുന്നാ കണ്ടത്? അത് ഒറ്റപ്പാലം ട്രെയിനിങ് കോളേജിൽ ഒരു സെമിനാറിന് പോയപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ദൂരെ ഒന്ന് കണ്ടിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞു മുഖം അറിയാവോ? മൂന്ന് പേര് മുഖം അത്ര പരിചയം പോരാ. കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്, ദൂരെ ഒന്ന് കേട്ടു, ഞാൻ മുഴുവൻ കേട്ടിട്ടാ പോകുന്നത്. അത് ഞാൻ ഓർമ്മ വന്നു. കാരണം ഒറ്റപ്പാലം NSS കോളേജിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നത്തെ വൈസ് ചാൻസലർ KN കുറുപ്പ് സാറായിരുന്നു. അദ്ദേഹം ഞാൻ വരുന്ന പ്രാസംഗികൻ. അപ്പൊ അതും ഇതുപോലെ കുറുപ്പ് സാർ അധികം സംസാരിക്കില്ല, വൈസ് ചാൻസലറൊക്കെ, പക്ഷെ 5 മിനിറ്റേ പറയുള്ളൂ. അപ്പൊ അവർ സംഘാടകരോട് നേരത്തെ പറഞ്ഞിരുന്നു, സാറിന് മേക്കപ്പ് 1 മണിക്കൂർ സംസാരിക്കണം. ഞാൻ 1 മണിക്കൂർ സംസാരിക്കും. ഇദ്ദേഹം മുഴുവൻ കേട്ടിരിക്കുന്നു. അതിനോട് ഞാൻ കോളേജിൽ നടന്ന പ്രസംഗം കേട്ടിരുന്നു. ഇത് ഇപ്പോഴൊന്നും അല്ല, 15 കൊല്ലം മുമ്പ് നടന്ന കഥയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, ആ മഹാദേവപിള്ള ഈ മഹാദേവപിള്ള തന്നെയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഞാനിതിനെ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാനിത് എന്റെ ഭാര്യയാണല്ലോ, ഞാനിവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ കാര്യം ഒന്നും പ്രശ്നമില്ല സാർ, ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ട്, മാഡം ഇവിടെ തങ്ങണ്ട, രാത്രി വേണം സാറ് കൂട്ടിക്കൊണ്ട് പോകും, രാവിലെ എടുത്താൽ മതി, അല്ലെ പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ താമസിക്കണമെന്നല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഗ്യാരണ്ടി. അവിടെ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല, അത് ചോദിക്കാൻ പാടില്ല, ഇലക്ഷൻ ബൂത്തിൽ പാർട്ടി ചോദിക്കുന്നതാണ്. അപ്പൊ വൈഫിനെ കൊണ്ട് ഞാൻ വൈകിട്ടേക്ക് പോന്നു. വെളുപ്പിനെ ഞാൻ ഇവിടെ കൊണ്ടാക്കി, ഞായറാഴ്ച വെളുപ്പിനെ. അന്ന് ഞായറാഴ്ച ശനിയാഴ്ച ഇലക്ഷൻ. അപ്പൊ ഈ പൊതുപ്രസംഗത്തിന് പോകുന്നതിന്റെ ഗുണം എനിക്ക് കിട്ടിയ ഒരവസരമാണ്. ഇതുപോലെ പലപ്പോഴും പല അവസരങ്ങളും കിട്ടാറുണ്ട്. ഞാൻ ഒരു ഗൾഫ് പര്യടനത്തിൽ പോയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചൊരു ചെറുപ്പക്കാരൻ ഓടി വന്നു എന്നെ പരിചയപ്പെടാൻ വേണ്ടി. ചോദിച്ചപ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയാം? സാറിനെ എനിക്കറിയാം സാർ, സാർ കൊണ്ടോട്ടി സംസാരിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി മൊയ്തീൻകുട്ടി വൈദ്യർ സ്മാരകം എന്നൊരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ എന്തോ ഒരു പരിപാടിക്ക് അറിയാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഇയാൾ കേട്ടിരുന്നത്, അയാൾ ആ പ്രദേശത്ത് എവിടെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് എന്നെ നിങ്ങൾ കാണുമ്പോ അറ്റ്ലീസ്റ്റ് ഈ ഹാളിൽ കണ്ട ഓർമ്മ ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു വരില്ല, എന്താ കാര്യം, എനിക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എന്റെ കുഴപ്പമല്ല. എന്റെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഓർമ്മ കൂടിക്കൂടി വന്നിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 4-5 മാസം മുമ്പ്, മാർച്ച് ലാസ്റ്റ്, ഒരു ദിവസം ഉറങ്ങാൻ ഒരു 10 മണി കഴിഞ്ഞ് ഞാൻ അന്ന് അത്താഴം കഴിച്ചപ്പോൾ വൈകി. എക്സർസൈസും ഒക്കെ കഴിഞ്ഞ് അത്താഴം കഴിക്കുമ്പോഴത്തേക്ക് ഒരു 10 മണിയായി. കോഴിക്കോട്ട് നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്നലത്തെ പോലെ കോഴിക്കോട്ട് നിന്ന് എത്തി, എക്സർസൈസ് ഒരു 1/2 മണിക്കൂർ ചെയ്തു, അത് കഴിഞ്ഞ് ഇത്ര വിശ്രമിച്ചു, കുളിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 10 മണിയായി. 10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വൈഫിൻ്റെ അടുക്കായി, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു എരിച്ചിൽ തോന്നുന്നു. അപ്പൊ ഇനി കറിന്ന് കാണുമല്ല, ഇല്ല കറിന്ന് വരാൻ സാധ്യമില്ല, കാരണം ഞാൻ കൈ കൊണ്ടല്ല ഭക്ഷണം സ്പൂൺ എടുത്താൽ കഴിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് എരിവ് കയ്യിൽ നിന്ന് വരാം, എന്തോ ഒരു എരിച്ചിൽ തോന്നുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞാൽ അതങ്ങ് മാറുമെന്ന് പറഞ്ഞു. നിസ്സാരപ്പെട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ണിനൊരു ഭാരം തോന്നുന്നു പറഞ്ഞു. ഉറക്കം നിന്നിട്ടാണെന്ന് പറഞ്ഞു. സ്വാഭാവികമല്ലേ ഇതൊക്കെ. അപ്പൊ ഞാനെന്ത് ഞാൻ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ബാലൻസിനൊരു കുറവ് പോലെ തോന്നി. നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു അനുഭവമാണ്, അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. കണ്ണിനൊരു ഭാരം തോന്നി. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ഇത്തിരി ബാലൻസ് തെറ്റുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഒരു 11 മണിയായി. ഞാൻ 10 തൊട്ട് 11 വരെ കസേരത്തിന് ഈസി ചെയറിൽ ഇരിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലൻസിന്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ നേരിച്ച് TV കണ്ടതിന്റെ ആയിരിക്കും നേരിച്ച് അടുത്ത് കിടന്ന കസേര പിടിച്ച് ഞാൻ കട്ടിലേക്ക് പോയി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നടക്കരുത് കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞ് ആരും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നടക്കരുത്. ഇതൊരു നിയമമാണ്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് കട്ടിലിൽ ഇരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ രക്തോട്ടം ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ഒരു 2-3 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ, എൻ്റെ ഒരുപാട് ബന്ധുക്കൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറിലയുടെ അച്ഛൻ വരെ മരിച്ചത് അങ്ങനെയാണ്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ തലയുറ്റി കൂടും. ഇത് സംഭവിക്കാം. ഒരു 40 വയസ്സ് കഴിഞ്ഞ് ആരും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് നടക്കരുത്. അവിടെ ഇരിക്കണം. കട്ടിലിൽ ഇരിക്കുന്നതിന് തീർത്തി കൊടുക്കണ്ടല്ലോ.
അവിടെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടേ എഴുന്നേറ്റ് നടക്കും. കാരണം ആ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സിസ്റ്റം റെഗുലർ ആകും. തലയിലേക്ക് രക്തം എത്തിയാൽ മാത്രമേ തല നിയന്ത്രണം എടുക്കൂ. തല നിയന്ത്രണം എടുത്തില്ലെങ്കിൽ ബാലൻസ് പോകും. അപ്പം ഞാൻ സാധാരണ ചെയ്ത പോലെ 5 മിനിറ്റ് അവിടെ ഇരുന്നു. പറ്റില്ല. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഈ നിയമം കേട്ടോ. ഇത് പലർക്കും അറിയില്ല. എൻ്റെ ഒരു കൊളീഗ് ചെറുപ്പക്കാരിയായിരുന്നു, 42 വയസ്സേ ഉള്ളൂ. ഒരു ദിവസം ഇതുപോലെ കട്ടിലേന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ധൃതി പിടിച്ചങ്ങോട്ട് എഴുന്നേറ്റ് പോയതും തലയടിച്ച് വീണു, പാകം അടിച്ച് അവിടെ മരിച്ചു കിടക്കുമായിരുന്നു. ആരും അറിഞ്ഞില്ല. മണിക്കൂർ കഴിഞ്ഞാണ് അറിയുന്നത്. അതുകൊണ്ട് ആ ഒരു അപകടം നിങ്ങളിൽ ഉണ്ടാകരുത്. ഏറ്റവും കുറഞ്ഞുകൊണ്ട് ഈ ദിവസം ഇന്ന് വന്നതുകൊണ്ട് ഈ ഒരു വിവരമെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടാകണം. ഇത് നേരത്തെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇന്ന് കൈപൊക്കി ഈ വിവരം നേരത്തെ അറിയുന്നവരുണ്ട്. 3-4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരുന്ന ഇത് പഠിച്ചോണം കേട്ടോ. അത് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കൊച്ചു കുട്ടികൾക്ക് ഇത് സാധാരണ സംഭവിക്കാറില്ല, എന്നാലും അവർക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ 10-30 വയസ്സാകുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിക്കുന്ന കാലമാണ്. അവരും അറിയട്ടെ. ഞാൻ 5 മിനിറ്റ് കട്ടിൽ ഇരുന്നിട്ടും എഴുന്നേക്കാൻ നോക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല. കണ്ണ് ഇരുട്ടടഞ്ഞ പോലെ. മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ വായിക്കാൻ പറ്റുന്നില്ല. അക്ഷരങ്ങൾ 2-3 കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പന്തികളുണ്ട്. അപ്പൊ എൻ്റെ മകനെന്ന് തിരുവനന്തപുരം RCC വർക്ക് ചെയ്യുന്ന സമയമാണ്. അവിടെ തന്നെ ഫോൺ എടുത്ത് എനിക്ക് വിളിക്കാൻ പറ്റും. ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഫോണൊന്ന് അവന് റിങ് ചെയ്തിട്ട് തരാൻ പറഞ്ഞു. ഭാഗ്യത്തിന് അവനെ ഫോണിൽ കിട്ടി. സാറിന് അവനെ പലപ്പോഴും ഫോണിൽ കിട്ടില്ലേ. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണെങ്കിൽ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് പോക്കറ്റ് വെച്ചിട്ടായിരിക്കും ഡ്യൂട്ടി. ഇത് രാവിലെ ആയതുകൊണ്ടോ ഭാഗ്യത്തിന് ഫോണിൽ കിട്ടി. ഫോണിൽ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, തലയ്ക്ക് ഒരു ബാലൻസ് ഇല്ല, കണ്ണിന് ഇരുട്ട് കയറുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. എന്തോ ഒരു ഭാഗ്യം. അപ്പോൾ തന്നെ ഞാൻ ഡ്രൈവറെ വിളിപ്പിച്ചു. അരമണിക്കൂറിന് ഡ്രൈവർ എത്തി. നേരെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭാഗ്യത്തിനാണ് ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സ്ട്രോക്കിന്റെ ലക്ഷണം തന്നെയാണ്. CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ ചില സ്ട്രോക്കുകൾ CT സ്കാനിൽ കാണില്ല, MRI സ്കാൻ ചെയ്യണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു മരുന്ന് തന്നിട്ട് പാലക്കാട് MRI സ്കാൻ എടുക്കുന്ന ഒരു സെന്റർ ഉണ്ട്, മെഡിസ്കാൻ. ഇവിടെ എവിടെയാണ്? തൊട്ട് തന്നെ അങ്ങോട്ട് വിട്ടു. ആംബുലൻസിൽ തന്നെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്ന് MRI എടുത്തു കഴിഞ്ഞപ്പോൾ സ്ട്രോക്ക് കണ്ടു. എൻ്റെ ഒരു വലിയ ഭാഗ്യം. സ്റ്റെം സെൽ, അതായത് ഇവിടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞ ഭാഗമുണ്ട് പുറകിൽ, അതിന്റെ തൊട്ട് മുകളിലാണ് സ്ട്രോക്ക് വന്നിരിക്കുന്നത്. ഒരു ചെറിയ പൊടി പോലെ ഉള്ളൂ. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തം കണ്ടുപിടിക്കുന്നതാണ്. ഒരു പൊടി പോലെ ഉള്ളൂ. അപ്പൊ ഞാൻ ഉടൻ തന്നെ ഈ MRIയുടെ റിപ്പോർട്ട് മോൻ അയച്ചു കൊടുത്തു. മോൻ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇത്ര താഴേക്കാണെങ്കിൽ ഈ നാക്കപ്പോഴേ തെളിച്ചത്, ഇത്തിരി താഴേക്കാണെങ്കിൽ. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ന്യൂറോളജിസ്റ്റിനോട് സംസാരിച്ചു. ന്യൂറോളജിസ്റ്റ് പറഞ്ഞു വെരി ലക്കി. എന്താണെന്നറിയാമോ? ഒന്നാമത് ചെറുതാണ്, ബ്രെയിൻ സ്റ്റെമിന് മേളിലാണ്. ബ്രെയിൻ സ്റ്റെമിലായിരുന്നെങ്കിൽ നാക്കും കണ്ണും അടിച്ചു പോയത്. നമ്മൾ ശ്രദ്ധിക്കില്ല. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ അസുഖങ്ങളെ കുറിച്ച് ബോധതയല്ല. അത്യാവശ്യം ബ്ലഡ് ഷുഗർ ഉണ്ട്, അതിനുള്ള മരുന്നെടുക്കുന്നുള്ള വേറെ അസുഖങ്ങൾ ദിവസം 2 നേരം എക്സർസൈസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്ട്രോക്ക് വരില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതും വന്നു. അപ്പോൾ ഭാഗ്യത്തിന് മരണത്തിൽ നിന്ന് അപ്പോഴും മരണമല്ല കേട്ടോ, സ്ട്രോക്ക് ഒരു വല്ലാത്ത ദുരന്തമാണ്. സ്ട്രോക്ക് വന്ന കാരണം എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നത് അത് ആകസ്മികമായിട്ട്. അച്ഛൻ എന്നെ പോലും വലിയ പൊതുപ്രവർത്തകൻ ആയിരുന്നു, എന്നെക്കാളും കൂടുതലായിരുന്നു സംശയമുണ്ട്. അദ്ദേഹം സംഘടനകളിലൊക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഒരു ദിവസം ഏതാണ്ട് എൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹം റോഡിൽ നിൽക്കുന്ന സമയത്ത് എന്തോ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കുറച്ച് ചുറ്റുപാട് കുറേ ആളുണ്ട്. അതൊരു ബൈക്ക് വന്ന് തെറിച്ചു. ബൈക്ക് വന്ന് അദ്ദേഹത്തെ തട്ടി, ഒരു സൈഡിൽ നിന്ന് തട്ടി അദ്ദേഹം തെറിച്ച് റോഡിൽ വീണു. നല്ല ആരോഗ്യം, എന്നെക്കാൾ ആരോഗ്യമായിരുന്നു. കാരണം അദ്ദേഹം അത്ലറ്റിക് ചാമ്പ്യനൊക്കെ ആയിരുന്ന ആളാണ്. എൻ്റെ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തെറിച്ച് വീണ് കഴിഞ്ഞ് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ നടക്കുമ്പോൾ ബാലൻസ് പോകുന്ന പോലെ തോന്നി. പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെത്തി. അവിടുന്ന് അവർ സർജറി ചെയ്യണം, സ്ട്രോക്കാണെന്ന് പറഞ്ഞു. സർജറി ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വശം തളർന്നു. പിന്നെ മരണം വരെ 7-8 കൊല്ലം അനങ്ങാൻ പറ്റാതെ കട്ടിലേക്ക് കിടക്കുന്നത്. സ്ട്രോക്കിന്റെ ദുരന്തം അതാണ്. ഇത് അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോ ഭാഗ്യം എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ചിലപ്പോൾ തല്ലിക്കൊന്നാലും ചാവില്ല. 2 തവണ മരണത്തെ കണ്ടില്ലേ? അതുകൊണ്ട് മരണത്തെ കുറിച്ച് പേടിക്കണ്ട. ഒരുപക്ഷെ ഈ കഥ ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇതൊന്നും കൊണ്ട് നിങ്ങൾ പേടിക്കരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അതിനെയൊക്കെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ എനിക്ക് ഒരു പഴയ അനുഭവം കൂടി ഞാൻ ഒന്നുകൂടെ പറയണം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയത്ത് വെച്ച് അപകടം പറ്റിയ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ കഥയൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ എല്ലാവരും ജീവിതത്തിലുള്ളതാണ്. നമ്മൾ കാണുന്നവരൊക്കെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ അവരൊക്കെ ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളെ അതിജീവിക്കുന്നവരാണ്. കോട്ടയത്ത് വെച്ച് എൻ്റെ കാലൊടിഞ്ഞു കഴിഞ്ഞ് എന്നെ ഉടൻ തന്നെ പോലീസ്
ഞാൻ പറഞ്ഞിട്ട് കാല് നൂത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം ഇല്ലെങ്കിൽ എല്ലൊക്കെ പുറത്തു വരും. അവർ പിടിച്ച് നാട്ടുകാരെ കൂടെ എന്നെ മെത്തൽ. അതാണ് ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? എൻ്റെ കാലൊടിഞ്ഞ സമയത്ത് ഒരു 10-20 ചെറുപ്പക്കാരനെ മെത്തയിൽ കിടക്കുന്ന പോലെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മെത്തയിൽ കിടക്കുന്ന പോലെ. ഞാൻ പ്രത്യേകം പറഞ്ഞു, അവരുടെ കാലൊടിഞ്ഞിരിക്കുക, കാല് വളഞ്ഞാൽ എല്ല് പുറത്ത് വരും, പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അനക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകും. അവർ മെത്തയിൽ കിടക്കുന്ന പോലെ. എനിക്കറിയുന്നവരല്ല, എൻ്റെ പ്രസംഗം കേട്ടവരല്ല, എന്നെ കണ്ടിട്ടുള്ളവരല്ല. അപ്പൊ ഏത് രൂപത്തിലാണ് ആളുകൾ മുമ്പിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റില്ല. അന്ന് അവരാ വേണ്ട രീതിയിൽ കെയർ ചെയ്തിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. കാലൊരു പക്ഷേ ഇന്നത്തെ പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. ആശുപത്രി ചെന്നപ്പോൾ നേഴ്സ് എൻ്റെ ബ്ലഡ് പ്രഷർ നോക്കും. നിങ്ങൾക്കറിയാം, സ്പിക്കോ മനോമീറ്റർ ഘടിപ്പിച്ചിട്ട് ബ്ലഡ് പ്രഷർ നോക്കും. ഒരു തവണ നോക്കി, 2 തവണ നോക്കി, 3 തവണ നോക്കി. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കെട്ടി 4ാം തവണ നോക്കി. എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ? അല്ല സാർ, 120/80 ഉണ്ട്. ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അത് സാറ് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് എപ്പോഴും 200 മേളയായിരിക്കും. നമ്മൾ സിസ്റ്റർ, എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് മരണഭയമില്ല, അതുകൊണ്ട് 180 ഉണ്ടാവുള്ളൂ, നിങ്ങൾ സ്വയമായിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ സർജൻ, അസിസ്റ്റന്റ് സർജൻ വന്നു. അദ്ദേഹം നോക്കിയിട്ട് സിസ്റ്ററോട് ചോദിക്കുന്നു, ഇത് കാണിച്ചു കൊടുത്തിട്ട്, എന്നോട് പറയുന്നില്ല, രോഗിയോടൊന്നും പറയില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ എനിക്കിത് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹം, ഡോക്ടർ അത് അങ്ങനെ വരുള്ളൂ, എനിക്ക് ടെൻഷനൊന്നുമില്ല, സ്ട്രെസ്സും ഇല്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്കും വേണം. എന്താണെന്നറിയാമോ? എന്ത് അപകടത്തെ കണ്ടാലും, എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ തളരരുത്. പിന്നെ നമുക്ക് ആയുഷ്കാലം ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ സ്വാഭാവികമായ ഒരു ജീവിത ചക്രമുണ്ട്, അതിനെ നമുക്ക് മറികടക്കാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ എല്ലാവരുടെയും പറയാറുള്ള ഒരു കാര്യമുണ്ട്, സിംഹത്തിന്റെ ജീവിത കഥ. സിംഹം എങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം സിംഹമാണ്. എൻ്റെ ജന്മനക്ഷത്രം വെച്ചിട്ടും സിംഹമാണ്. ലിയോ എന്ന് പറയും. സിംഹരാശിയിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം സിംഹമാണ്. സിംഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സിംഹത്തിനെ നിങ്ങൾക്ക് പേടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ സിംഹത്തിന്റെ അടുത്ത് പോയി നിലവിളിച്ചാലും ഒന്ന് നോക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. സിംഹത്തിന് നിങ്ങൾ പോയി ഒരു വടി വെച്ച് അടിച്ചു നോക്കും, അത് എഴുന്നേക്കില്ല. അതുകൊണ്ട് കാളെ അടിച്ചെഴുന്നേക്കുന്ന പോലെ സിംഹത്തിനെ അടിച്ചെഴുന്നേക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ലെവൽ വരെ അത് ഉണ്ടാകും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേക്കും, നിങ്ങളുടെ കഥ കഴിഞ്ഞു. സിംഹത്തിന്റെ കാലിലെ എല്ലിന് സ്റ്റീലിനേക്കാൾ ബലമാണ്. ഒറ്റയടി അടിച്ചാൽ ഒരാൾ മരിക്കും. ആന വരെ അടിച്ചു വരും. ആനയുടെ മസ്തകത്തിലിട്ട് അടി വെളിയുള്ളൂ. അതുകൊണ്ട് സിംഹത്തിനെ പേടിപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത്, സിംഹത്തിന്റെ റൊട്ടീൻ നിങ്ങൾക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ രീതിയുണ്ട്. അത് ആര് പറഞ്ഞാലും അത് മാറ്റില്ല. ഇര പിടിക്കാൻ പോകാൻ അതിന് സമയമുണ്ട്, ഭക്ഷണം കഴിക്കാൻ അതിനൊരു സമയമുണ്ട്, കിടക്കാൻ അതിന് സമയമുണ്ട്. മിക്കവാറും നിങ്ങൾ നോക്കുമ്പോൾ സിംഹം റിലാക്സ് ചെയ്ത് കിടക്കായിരുന്നു. അതും അതിൻ്റെ ഒരു രീതിയാണ്. എന്താ പറയുക, ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അത് എനർജി ശരീരത്തിലേക്ക് സംഭരിക്കുകയാണ്. ആ എനർജിയാണ് പിന്നീട് സിംഹത്തിന്റെ ഓട്ടം കണ്ടിട്ടുണ്ട്. ഒരു ഓട്ടം, ഒരു ഇരയെ പിടിക്കാൻ ഓടിക്കഴിഞ്ഞാൽ ഇരയെ പിടിച്ചിട്ടേ അത് നിൽക്കുള്ളൂ. എന്തുകൊണ്ടാ? കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ 3 മണിക്കൂർ കിടക്കായിരിക്കും. ഊർജ്ജമൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുക. അത് എഴുന്നേറ്റ് ഈ പട്ടി നടക്കുന്ന പോലെ വണ്ടി നടക്കാറൊന്നുമില്ല. പക്ഷെ അതിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമായ ഒരു ഘട്ടമുണ്ട്. എന്താണെന്നറിയാമോ? സിംഹത്തിന്റെ ചെറുപ്പകാലത്ത് ആ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഇര പിടിച്ചു കൊടുക്കുന്ന സിംഹമായിരുന്നു. അച്ഛന്മാരിത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിംഹത്തിന്റെ ചെറുപ്പകാലത്ത് വീട്ടിലെ പെൺസിംഹത്തിനും കുട്ടികൾക്കും എല്ലാം ഇര പിടിച്ചു കൊടുക്കുന്ന ആൺസിംഹമായിരുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ആൺസിംഹത്തിന് ഇര പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും? അത് വയസ്സായി കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും മാറി നിന്ന് കിടക്കും. ആദ്യം 1-2 ദിവസമൊക്കെ പെൺസിംഹം എന്തെങ്കിലും ഇത്തിരി ഇര കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഈ പെൺസിംഹവും സിംഹക്കുട്ടികളും ആ സിംഹത്തെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ ചെന്നായ്ക്കൾക്ക് മനസ്സിലാവും ഈ സിംഹം ഏകദേശം എക്സ്പയറി ഡേറ്റ് അടുത്തു. അതിനെ മരിക്കാൻ ചെന്നായ്ക്കൾ വിടില്ല. ഈ ചെന്നായ്ക്കൾ ചെന്നതിനെ കടിച്ചു കയറിക്കൊള്ളും. ജീവനുള്ള സമയത്ത് ഒരു കൂട്ടം ചെന്നായ്ക്കൾ പോലും അതിൻ്റെ അടുക്കില്ല. മറിച്ച് ഈ കിടക്കുന്ന കിടപ്പ് കൊണ്ടാൽ ചെന്നായ്ക്കൾ ഭയങ്കര ബുദ്ധിയുള്ളതാണ്. അവരതിനെ കടിച്ചു കയറിക്കൊള്ളും. ഇതാണ് സിംഹത്തിന് അന്ത്യം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതമൊക്കെ ആയതുകൊണ്ട് സിംഹം പോലെ. അതുകൊണ്ട് ഒരു ഘട്ടം വരെ, അതിപ്പോ സിംഹത്തിന്റെ കേസിലാണെങ്കിൽ അതിന്റെ പെൺസിംഹത്തിന് ആയുസ് കൂടുതലാണ് ആൺസിംഹത്തെക്കാൾ. അത് നിങ്ങൾക്കറിയോ? നമ്മളറിയേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ സ്ത്രീകൾക്കാണ് ആയുസ് കൂടുതൽ.
പുരുഷന്മാരുടെ ശരാശരി ആയുസ് 74 വയസ്സിന് മേലെയുള്ളൂ. സ്ത്രീകളുടെ ശരാശരി ആയുസ് 75 വയസ്സിന് മുകളിലാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് നിങ്ങൾ അറിയേണ്ടതാണ്. ഒരു 50 വയസ്സ് വരെയൊക്കെ പുരുഷന്മാരെയായിരിക്കും ശാരീരിക ആരോഗ്യം കൂടുതൽ. അപ്പൊ അതുവരെ ഭാര്യയെ തെല്ലുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 50 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. 50-60 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീക്കാണ് ആരോഗ്യം കൂടുതൽ. നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല അത്. അതുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ചു തന്നെ വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നിശബ്ദരാകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എതിർ വാക്കുകളെ കുറിച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. പുരുഷന്മാർ പൊതുവെ വാക്കുകൾ കുറച്ചേ പറയാറുള്ളൂ പൊതുവെ. ഇനി അത് തന്നെ അവർ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്ന അവരുടെ കൂട്ടുകാരെ കാണുന്നില്ല, ഭാര്യയുടെ മക്കളോടൊന്നുമല്ല. നിങ്ങളുടെ കൂടെ പഠിച്ചവരെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത് നിങ്ങൾ വാചാലന്മാരാണ്. സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ദിവസം ഒരു 20,000 വാക്കുകളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സംതൃപ്തി കിട്ടില്ല എന്നാണ്. 20,000. ഇപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകിട്ട് നിങ്ങൾ വീട്ടിലെത്താൻ വൈകിയാൽ 20,000-ൽ 10,000 തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 10,000 നിങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇനി ആ 10,000 ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ചില ചെറിയ കശവിശകളൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് പറയാം, നിങ്ങളൊന്നും മറുപടി പറയണ്ട. സ്ത്രീകളോട് കഴിയുന്ന മറുപടി പറയാതിരിക്കും. കാരണം അവർ മറുപടി ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് നിങ്ങൾ കേട്ടാൽ മാത്രം മതി. അതുകൊണ്ട് പുരുഷന്മാർ ചെയ്യേണ്ടത് ബി ബെറ്റർ ലിസണേഴ്സ്. അതൊരു വലിയ സ്കില്ലാണ് കേട്ടോ. പുരുഷന്മാർക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ് എന്താണ്? ലിസണേഴ്സ്. കേട്ടിരിക്കാനുള്ളൊരു മടുത്തു പോലും. വെറുതെ ഇരുന്നാൽ മതി, ഇടയ്ക്കൊന്ന് ചിരിക്കും, ഒന്ന് മൂടുകയും ചെയ്താൽ അത്രയും നല്ലത്. പക്ഷെ കേൾക്കണം. നിങ്ങൾ ആരും വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോൾ നീ എന്തിനാ എന്നോട് പറയുന്നത് ചോദിക്കരുത്, നിനക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കരുത്. അവരുടെ പണിയിൽ പെട്ടതാണിത്. അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതിനി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു ദിവസം 20,000 തീർന്നില്ലെങ്കിൽ പിറ്റേന്ന് അതുകൂടെ കൂട്ടണ്ടേ? ഓരോ ദിവസവും 20,000 ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്വാണ്ടിറ്റി കൂടാനുള്ള സാധ്യത. സ്ത്രീ സഹജമായ ഒരു വാസന. ഇനി ഇതിൽ തന്നെ ചില സ്ത്രീകളുണ്ട്, വ്യക്തിത്വങ്ങൾ വേറെയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളെ മനഃശാസ്ത്രം പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, സിഗ്മ. ഈ സിഗ്മ പേഴ്സണാലിറ്റി ഉള്ള സ്ത്രീകൾ അധികം വർത്താനം പറയുന്നു, പക്ഷെ സൂക്ഷിച്ച് പെരുമാറണം. അവർ തല്ലാൻ പഠിക്കില്ല. അവർ വളരെ ബോൾഡാണ് സിഗ്മ. അതുകൊണ്ട് സിഗ്മ ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയെ സിഗ്മ സ്വഭാവം തന്നെയുള്ള ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? അടിപൊളി ഉറപ്പാണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ പേഴ്സണാലിറ്റി ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ആൽഫ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്ലീസിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. പക്ഷെ അവർ വളരെ ജെന്യൂനാണ്. സിഗ്മ പേഴ്സണാലിറ്റിക്കാരുള്ള കാര്യം തുറന്നു പറയും, പറയുന്ന കാര്യം ചെയ്യുകയും ചെയ്യും. ആൽഫക്കാർ അങ്ങനെയല്ല. ആൽഫക്കാരുടെ പ്രത്യേകത എന്താ പറയാമോ? സത്യം ബ്രൂയാൽ, പ്രിയം ബ്രൂയാൽ, ഞാൻ ബ്രൂയാൽ, സത്യം അപ്രിയം. സത്യമേ പറയാവൂ, പക്ഷെ ഇഷ്ടപ്പെടുന്ന സത്യങ്ങളെ പറയാവൂ, ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ പറയരുത്. അതാണ് ആൽഫ ക്യാരക്ടർ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ സൈക്കോളജി പഠിച്ചതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആൽഫയുടെയും സിഗ്മയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. എന്താ പറയുക, എനിക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയും, എനിക്ക് വിശപ്പാകാതെ നിങ്ങൾ നോക്കിക്കോളാം, അത് നിങ്ങളുടെ ഡ്യൂട്ടി. അല്ലാത്തപ്പോൾ വളരെ പ്ലേസിംഗ് ആണ്. അത് ചിലർക്ക് അങ്ങനെ ഓരോ നേച്ചറുണ്ട്. അത് ഇപ്പൊ നിങ്ങളുടെ നേച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ അറിയിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദി ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഈസ് ദി ബെസ്റ്റ് ലിസണർ. നിങ്ങളുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഒരൊറ്റ വഴി എന്താണെന്നറിയാമോ? നിങ്ങൾ പറയുന്നതിന് പകരം നിങ്ങൾ കേട്ടോണ്ടിരുന്നതാണ്. പറയുന്നത് കുറയ്ക്കുക, കേൾക്കുന്നത് കൂട്ടുക. ഇത് ജാപ്പനീസ് ടെക്നിക്കാണ്. ഇപ്പൊ ജപ്പാനിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾ പറയുന്നത് എല്ലാവരും കേട്ടോണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് അവരുടെ ഒരു തീരുമാനം മാത്രം പറയും, മതി. ജപ്പാൻകാരുടെ ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ അവർ കള്ളക്കളിയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറയാം, 20,000 50,000 പറയാം. വേണമെങ്കിൽ ഒരു കട്ടൻ ചായ കൊടുത്തരും. അവിടുത്തെ ഒരു സ്ഥിര ഇടപാടാണ് ലൈം ടീ. നമ്മളിവിടെ സുലൈമാനി എന്നൊക്കെ പറയില്ല, അത് തരില്ല. അവരുടെ പാലൊഴിച്ച ചായ തരില്ല. എന്തിനാ ലൈം ടീ തരുന്ന അറിയാമോ? ഈ ലൈം ടീ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ തോന്നും.
നിങ്ങളുടെ ബോഡിയിൽ ഓക്സിറ്റോസിനൊക്കെ കൂടുതലുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാം പറയാൻ തോന്നും. നിങ്ങളുടെ ഉള്ളിൽ എല്ലാം അവർ പിടിച്ചെടുക്കും. എന്നിട്ട് അവരൊരു തീരുമാനം പറയും. അത് നല്ല രീതിയാണ്. ഇതൊക്കെ മനഃശാസ്ത്രപരമായ സമീപനമാണ്. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ പലതും ആവശ്യമാണ്. ഇതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നമുക്കിപ്പോൾ പലർക്കും തോന്നാറുണ്ട്, എനിക്ക് 45 വയസ്സൊക്കെ അല്ലേ, എന്തിനാ ഇതൊക്കെ? അങ്ങനെയല്ല. ഏജ് ഇസ് ഓൺലി എ നമ്പർ. നിങ്ങളുടെ പ്രായമൊന്നും ആരോടും പറയണ്ട. എൻ്റെ 60ാം പിറന്നാളിന് എൻ്റെ മോളൊരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ 60 കഴിഞ്ഞു എന്നല്ലേ. ആ ബർത്ത്ഡേ കേക്കിൽ മോളെ എഴുതിച്ചെന്താണെന്നറിയാമോ? ഹാപ്പി ബർത്ത്ഡേ 16 ഇയർ ബോയ്. 16 വയസ്സുള്ള കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ, ഇപ്പൊ കേക്കൊക്കെ പലയിടത്തും ഓർഡർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ മാനസിക പ്രായം 16 ആകാവൂ. കാരണം ഇല്ലെങ്കിൽ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു തടസ്സമില്ല. നിങ്ങളുടെ ശാരീരിക പ്രായം എന്തും ആയിക്കോട്ടെ. ഒരാൾക്കും അവർ പ്രായം കൂടുതലാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമാണോ? പ്രായം കുറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. കഴിഞ്ഞ ആഴ്ച എൻ്റെ പിറന്നാളായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് എൻ്റെ പ്രായം ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിലർ പറഞ്ഞ് 40, ചിലർ പറഞ്ഞ് 50, 40 പറഞ്ഞ് ചോദിപ്പിക്കാൻ പറയുന്നതാണ്. ചില 50, ചില 60 പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അവരാലോചിച്ചു. പക്ഷേ മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഡോക്യുമെന്റിലെല്ലാം എൻ്റെ പ്രായമുണ്ട്. ഇത് കോളേജ് നടത്തുമ്പോൾ അതിൻ്റെ ഡോക്യുമെന്റിലെല്ലാം എൻ്റെ പ്രായം വരും. അതുകൊണ്ട് അവർക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മൾ മാനസികമായിട്ട് അത് സ്വീകരിക്കരുത്. നിങ്ങൾ മാനസികമായിട്ട് എപ്പോഴും പ്രായം ഒരു ഫാക്ടറല്ല. കാരണം ഇപ്പൊ പറയുന്നത്, പണ്ടൊക്കെ യൂത്ത് കോൺഗ്രസ്, DYFI ഇതിലൊക്കെ ചേരാനുള്ള പ്രായം 35 മാക്സിമം. ഇപ്പൊ അതിന് പലതിലിരിക്കുന്ന നേതാക്കന്മാര് അതിനേക്കാൾ കൂടുതൽ. എന്തിനും നിങ്ങളുടെ വകുപ്പ് മന്ത്രി അദ്ദേഹം 40-40 വയസ്സ് കഴിയുന്നവരേക്ക് യൂത്ത് കോൺഗ്രസിലായിരുന്നു. അറിയല്ലോ. എന്റെ നാട്ടുകാരനാണ്. എന്റെ നാട്ടുകാരനാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പില്ല. കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരെന്ന് മാത്രമല്ല, ദീർഘകാലം അദ്ദേഹം ഇരിക്കുന്ന MLA, കായംകുളം MLA എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൈവച്ചിരുന്ന സീറ്റാണ്. MLA DCC പ്രസിഡന്റ് ഒക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ആ കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു. അത് കഴിഞ്ഞത് കൈവിട്ടു പോയിട്ട് അന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു മുദ്രാവാക്യം വിളിച്ചോണ്ട്. ബന്ധു നിൽക്കുന്നതുകൊണ്ടല്ല, അതൊരു മോട്ടിവേഷനാണ്. അത് കഴിഞ്ഞ് ദീർഘകാലം കൈവിട്ട് അദ്ദേഹം തിരിച്ചു പിടിച്ചു. അത് സജീവമാണെന്നാണ് ഞാനിതിനെ കണ്ടില്ല ആളെ. ഇനി ഇവിടെ കാണാൻ വല്ല പരിപാടിക്ക് വരികയാണെങ്കിൽ പോയി പറയാം എൻ്റെ നാട്ടുകാരനാണ്. അത്ര അടുപ്പം പോരാ ഞങ്ങൾ. കാരണം ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ 90കളിലും 80കളിലൊക്കെയാണ് ഫീൽഡിൽ ഉണ്ടായിരുന്നത്. 90-ന് ശേഷം അങ്ങനെ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. അന്ന് അദ്ദേഹത്തെ എനിക്ക് അധികം കണ്ടുമുട്ടാൻ കഴിയില്ല. ഇത് മാത്രമല്ല, ഇപ്പൊ പാലക്കാട് ജില്ലയിൽ തന്നെ പുതിയ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് വളരെ അറിയില്ല. ഒരു 20 കൊല്ലം മുമ്പ് സജീവമായിരുന്നാലും മാത്രമേ അറിയുള്ളൂ. എനിക്ക് അക്കാര്യത്തിൽ ഓർമ്മ വരുന്ന ഒരു പഴയ ഇലക്ഷനാണ്. 96-ല് സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ. 92-ല് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി. 92-ലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഞാൻ ഒബ്സർവർ ആയിരുന്നു. അന്ന് റിട്ടേണിംഗ് ഓഫീസർ പാലക്കാട് ജില്ലയിൽ തമിഴ്നാട് പ്രദേശ് കോൺഗ്രസിന്റെ ഒരു സെക്രട്ടറി, ഒരു തമിഴ്നാട്ടുകാരനാണ്. DCC ഓഫീസിൽ വെച്ചിട്ട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ ചിലർ കയറി കൈകാര്യം ചെയ്തു. കേസായി, വഴക്കായി, സാക്ഷിയാരാ ഞാൻ. പലതവണ കോടതി ഇറങ്ങേണ്ടി വന്നു. ഞാൻ എൻ്റെ കൂടെ ഒരു സാക്ഷി കൊണ്ടുണ്ടായിരുന്നു. ഭാഗ്യം CP മുഹമ്മദ് ആയിരുന്നു വേറൊരു സാക്ഷി. പട്ടാമ്പിയിലെ CP മുഹമ്മദ്. ഞങ്ങൾ രണ്ടും കുറെ കോടതി കയറി ഇറങ്ങിയതാണ്. CP മുഹമ്മദ് പിന്നീട് MLA, വളരെ നല്ല MLA ആയിരുന്നു. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ സജീവമല്ലാന്നിരുന്നു, ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 96-ൽ എന്നെ പിടിച്ച് റിട്ടേണിംഗ് ഓഫീസറാക്കി. എന്താണെന്ന് എനിക്കറിയില്ല. ആരും തരില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കും, പാലക്കാട്ടുകാരനായതുകൊണ്ട്. അപ്പോഴും പ്രശ്നങ്ങൾ തന്നെ. DCC ഓഫീസിൽ ഇറക്കേണ്ട ബാലറ്റ് പേപ്പർ എല്ലാം കൂടെ ലോറി കണക്കിന് ബാലറ്റ് പേപ്പർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. ഞാനെന്താ ചെയ്യാം? ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ വീടിന്റെ 2 സൈഡിൽ 2 ഗ്രൂപ്പായിട്ട്, അത് ഞാൻ അറിഞ്ഞില്ല. പിറ്റേന്ന് പത്രത്തിൽ നോക്കുമ്പോൾ പത്രത്തിൽ ഫോട്ടോ, എൻ്റെ വീടിന്റെ മുന്നില് 100 വണ്ടികൾ 2 ഭാഗത്തായിട്ട് 2 ഗ്രൂപ്പ് നിൽക്കുകയാണ്. പത്രത്തിനാണ് ഞാൻ വായിച്ചത്. എന്തായാലും ആള് കൂടി നിറഞ്ഞപ്പോൾ ഞാൻ 2 ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ വിളിച്ചു. നിങ്ങളൊന്ന് വരുമെന്ന് പറഞ്ഞു. അവർ വീട്ടിൽ വന്നു. അവർ തമ്മിലങ്ങ് സെറ്റിൽ ചെയ്ത് കൊടുത്തു വിട്ടു, DCCയിലേക്ക് വിട്ടു. അന്ന് ഇലക്ഷൻ നടന്നില്ല കേട്ടോ. അതിനുശേഷം ഇതുവരെ സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നില്ല. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ഇപ്പോഴും ഞാൻ തന്നെ. സ്പെഷ്യൽ ക്രെഡിറ്റ് ആണത്. വേറെ ആരും ആ സ്ഥാനം ഇനി എടുക്കൂല. ഇനി എടുക്കും. ഇലക്ഷൻ ഇനി
നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ എല്ലാ നാമനിർദ്ദേശങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ്. അതുപോട്ടെ, ഞാൻ പഴയ കാര്യം ഓർത്തു എന്ന് മാത്രം. അപ്പൊ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ അതിഥികളൊക്കെ ഇപ്പൊ വന്നോളൂ. ഞാനിനി ഓവർ നീട്ടുന്നില്ല, കാരണം തൊണ്ട ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഈ മൈക്ക് മുന്നിൽ ഇരുന്നോളൂ അറിയാതെ സംസാരിച്ചു അല്ലേ. ഇപ്പൊ തന്നെ നോക്കൂ, ഞാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 5 മിനിറ്റ് 8 സെക്കൻഡ് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട്. ഇത് മുന്നേ വെച്ചോണ്ടേ നോക്കുന്നത്, കാരണം അറിയാതെ നീണ്ടു പോകരുതല്ലോ. എന്റെ തൊണ്ട ഞാൻ തന്നെ നോക്കണ്ട, നിങ്ങൾ നോക്കില്ലല്ലോ. നാളെ ആണെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഇവിടെ NSS എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളെ ഒന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളായതാണ്. പക്ഷെ എന്നാലും വിളിക്കുമ്പോൾ നമ്മുടെ പഴയ സ്ഥാപനമല്ലേ. ഇപ്പം ഞാൻ നാളെ കോഴിക്കോട്ട് പോകേണ്ടിയിരുന്ന ഞാൻ നാളെ പോകുന്നില്ല, മറ്റന്നാളെ പോകുന്നുള്ളൂ. അവരോടൊന്ന് സംസാരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ 20,000 കുറച്ച് ഞാനും ഒന്ന് സേവ് ചെയ്യണം അല്ലേ. നിങ്ങൾ സന്തോഷവാന്മാരും സന്തോഷവതികളായിട്ട് ജീവിക്കണം. എനിക്കറിയാം, കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം വളരെ കുറവാണ്. സത്യമാണ്, വളരെ കുറവാണ്. നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത്രയും കിട്ടുന്നില്ല. പക്ഷെ സ്വകാര്യ ജീവനക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. അവരിൽ പല 1-2 പേർ എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു, സാർ ഈ ഓണത്തിന്റെ ശമ്പളം നേരത്തെ തരുമോ? ഓണം 27-28 അല്ലേ? ഓണത്തിന്റെ ശമ്പളം നേരത്തെ തരുമോ? അപ്പൊ എനിക്ക് തോന്നി അവരുടെ ഡിമാൻഡ് ജെന്യൂൻ ആണ്. അപ്പൊ ഞാൻ എൻ്റെ അക്കൗണ്ടന്റിനെ വിളിച്ചു. 1-2 പേര് വന്ന് ചോദിക്കുന്നു, ഓണത്തിന്റെ ശമ്പളം നേരത്തെ കൊടുക്കുന്നത് എന്താ ചെയ്യേണ്ടത്? സാർ ഒരു കാരണവശാലും കൊടുക്കരുത്. അതെന്താ സാർ? അവരൊക്കെ ഈ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ശമ്പളം ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ 1-ാം തീയതിക്ക് മുമ്പ് അത് തീരും. പിന്നെ 1 മാസം അവർ പട്ടിണിയിലാവും. പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കട ചോദിച്ചു കിടക്കും. കൊടുക്കല്ലേ അത് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം, പൈസ വാങ്ങി കിടക്കൊണ്ട് വേണേൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. അങ്ങനെയാണ്. 1 മാസത്തെ ശമ്പളം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 1 മാസം പിന്നെ ജീവിക്കാൻ പൈസ ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ബോണസ് ഒക്കെ കിട്ടുമായിരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ബോണസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്നതല്ലേ. ഞാനിത്തവണ ഒരു കാര്യം ചെയ്തു, ബോണസ് ഒന്നും വേണ്ട, നല്ലൊരു ഓണക്കോടി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞില്ല. അതാകുമ്പോൾ ഓർത്തിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോ ഓണക്കോടി വാങ്ങിക്കൊടുത്തു. വളരെ ഹാപ്പി. കാരണം അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും ഓണക്കോടി കൊടുക്കാറില്ല. അങ്ങനെ പതിവ്. നിങ്ങൾക്ക് ഓണക്കോടി കിട്ടാറുണ്ടോ? ഇല്ല. അത് വാങ്ങുമ്പോൾ ചിലരുടെ കണ്ണു നിറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വിതരണം ചെയ്യാം. അത് പറ്റില്ല സാറ്, നേരിട്ട് കൊടുക്കുക. ഞാൻ ശരി നേരിട്ട് വരും, ഉച്ചയ്ക്ക് ഇന്നോൾ ടൈമിൽ നേരിട്ട് വരും. അങ്ങനെ എല്ലാവർക്കും കൊടുത്തത് അവർ ഫോട്ടോ എടുത്ത് റീലാക്കി അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. അപ്പൊ അതിന്റെ സന്തോഷത്തിന് അളവ് നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓണക്കോടി സ്ഥാനമാനങ്ങൾ കൂടാതെ പ്രൊഫസറാണെങ്കിലും തൂക്കുകാരിയാണെങ്കിലും ഒരേ കോടി കൊടുത്തിരിക്കണം. അതവർ ചെയ്തു. അവർ തന്നെ വാങ്ങിച്ചു. പൈസ മാത്രം കൊടുത്താൽ മതി. എല്ലാം വാങ്ങിച്ചു, എല്ലാം സെറ്റാക്കി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല. ഞാൻ ഈ കൊല്ലം അത് ഏറ്റെടുത്തുള്ളൂ. കഴിഞ്ഞ കൊല്ലങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ജീവനക്കാർക്കുണ്ട്. അവർക്ക് എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയൊരു ശമ്പളമല്ല. പ്രൈവറ്റിലൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ശമ്പളം തരാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ വേറൊരു അപകടം വരുന്നുണ്ട്. ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഫ്രം ഫാദർ ടു ഡസ്റ്റ്, സ്വർഗീയ പിതാവിൽ നിന്ന് പൊടിയിലേക്ക് പോയിരിക്കുക. ശരിയല്ലേ? നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കുകൾ, എനിക്ക് ചില കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ കുറെ FD ഉണ്ടായിരുന്നു. ഞാൻ FD ഒരിടത്തായിട്ട് വെക്കാറില്ല, 5-8 ബാങ്കുകളിലായിട്ട് FD ഇടാറുണ്ട്. കാരണം അതൊരു ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിളാണ്. എന്ന് വെച്ചാൽ ഡോണ്ട് പുട്ട് ഓൾ ദി എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ്. എല്ലാ മുട്ടകളും ഒരു കൂടയിൽ ഇടരുത്. കുറച്ച് ഒരെണ്ണം പൊട്ടിയാൽ മതി, എല്ലാം ചീത്തയാവും. 2 മുട്ടകൾ പല പെട്ടിയിലേ ഇടാവുന്ന നിയമമുണ്ട്. അതുപോലെ FD ഞാൻ ഒരിക്കലും ഒരു ബാങ്കിലായിട്ട് ഇടാറില്ല, 5-8 ബാങ്കുകളിൽ ഇടുള്ളൂ. 2-3 കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന FDകൾ. എൻ്റെ ഭാര്യയ്ക്ക് ഒരേ ഒരു നിർബന്ധം, അതെല്ലാം പിൻവലിക്കണം, എന്നിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് മാറ്റണം. ഞാൻ ആവുന്നത് നിർബന്ധിച്ചു. കോപ്പറേറ്റീവ് കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകാർ എന്താ ചെയ്യുന്നറിയാവോ? ഇവിടെ കിട്ടുന്ന പണം മുഴുവൻ അവർ ലോൺ കൊടുക്കുന്ന പഞ്ചാബിലും ഗുജറാത്തിലും. ഇവിടുത്തുകാർക്ക് ലോൺ വേണ്ട, ലോൺ ഉപയോഗിക്കാൻ അറിയില്ല. നല്ലൊരു ഫിനാൻഷ്യൽ പ്രപ്പോസൽ എഴുതി തരാൻ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ബിസിനസ് ഭംഗിയായിട്ട് നടത്തുന്നവർക്ക് മാത്രമേ ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവര് കുട്ടിച്ചോറാവും ലോൺ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ഞാൻ പലരോടും പറയാറുണ്ട്, ബിസിനസ് നന്നായിട്ട് നടക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കരുത്. എൻ്റെ കുറെ കുട്ടികൾ ചേർന്നിട്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്, ആര്യനെറ്റിൽ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് കൊണ്ടൂരിനടുത്ത്. 18 കോടി രൂപയുടെ മുതൽ മുടക്കി ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജ്. അതിന്റെ 18-19 കോടി എന്തോ ബാങ്ക് ലോണുണ്ട്. ബാങ്ക് ലോണും പലിശ എല്ലാം കൂടി ഇപ്പോൾ 45-48 കോടി രൂപയായി. കോളേജ് പൊളിഞ്ഞു പോയി.
അത് ലേലത്തിന് വെച്ചിട്ട് ആരും എടുക്കുന്നില്ല. എന്താ കാരണം? അതിന്റെ മൂല്യം അത്രയ്ക്കൊന്നും ഇല്ല, ആരും എടുക്കില്ല. ബാങ്ക് 3 കട ലേലത്തിന് വെച്ചു. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം റാങ്ക് വാങ്ങിച്ച് പഠിച്ച കുട്ടികൾ. അറിയിക്കണം, യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ച് പഠിച്ച എഞ്ചിനീയർമാരാണ്. പക്ഷെ ബിസിനസ് ഈസ് ബിസിനസ്, അത് അറിയുന്നവരെ ചെയ്യാം. മനസ്സിലായില്ലേ? ചക്കീന്ന് എണ്ണ കിട്ടണമെങ്കിൽ ചക്ക ആട്ടാൻ അറിയണം, അല്ല അടുക്ക് പറഞ്ഞാൽ പോരാ. ബിസിനസ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഇന്നും കേരളത്തിൽ പൈസയ്ക്ക് ഒരു ക്ഷാമവുമില്ല. കോട്ടയം ജില്ല, ഇടുക്കി ജില്ലയിലൊക്കെ ഉള്ള ചില ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ ഡെഡായിട്ട് കിടക്കുക, എടുക്കാൻ ആളില്ല. ആ പൈസ ഇട്ട ആൾ മരിച്ചുപോയി, മക്കളെ മരുമക്കളൊക്കെ വിദേശത്തായിരിക്കും. അവർക്ക് പൈസയെ കുറിച്ച് ഞാൻ മുമ്പ് ഒരാളുടെ കഥ പറഞ്ഞില്ലേ, അയാളുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നില്ല. അതുപോലെ ഈ പൈസയെ കുറിച്ച് മക്കൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം മക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ അവരിത് അടിച്ചു മാറ്റും എന്നുള്ള പേടിയിൽ അവർ അറിയിച്ചിട്ടുണ്ടാവില്ല. നോമിനി പോലും ഉണ്ടാവില്ല പലതിലും. നോമിനി ഉണ്ടെങ്കിൽ ബാങ്കുകാർ വിളിച്ചു കൊടുക്കും. പൈസ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്, ഉപയോഗിക്കാൻ അറിയില്ല. ഇപ്പൊ എന്നെ ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകാർ വന്ന് ലോൺ വേണോ സാർ ലോൺ. ഞാൻ ഈ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാറുണ്ട്. ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നത് എതിരായിട്ടില്ല, കാരണം എനിക്ക് ബാധ്യത ഉണ്ടാക്കാൻ താല്പര്യമില്ല. ലോൺ കൊണ്ട് നിങ്ങൾ ബാധ്യത മക്കൾക്ക് കൂടെ ഉണ്ടാക്കണം, എനിക്ക് വേണ്ട. ഞാൻ ലോൺ എടുക്കാറില്ല. പക്ഷെ ബാങ്ക് മിക്ക ദിവസം ഏതെങ്കിലും ബാങ്കുകാർ വരും. പക്ഷെ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകാരും വന്നിട്ടില്ല. വരുന്നത് അധികം ഈ ഷെഡ്യൂൾഡ് ബാങ്കുകാരാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകാർക്ക് ആ ബിസിനസ് ഇല്ലയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കൂടുതൽ പൈസയ്ക്ക് അവരെല്ലാം ഷെഡ്യൂൾ ബാങ്കുകാർ ദിവസവും വരും. വന്നില്ലെങ്കിൽ ഒരു ഫോണെങ്കിലും ഉണ്ടാവുന്നില്ല. എത്രയോ ഷെഡ്യൂൾ ബാങ്കുകാരുണ്ട്, എല്ലാവരും വരും. അവിടെ ബ്രാഞ്ച് ഇല്ലെങ്കിലും വരും. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച്, ഞങ്ങളത് ഓൺലൈനാണ് സാർ ചെയ്യുന്നത്, സാറിന് ചേരാം. പണത്തിന്റെ ഇടപാട് എങ്ങനെയാണ്? നമ്മുടെ നാഷണലൈസ് ബാങ്കിലും ഷെഡ്യൂൾ ബാങ്കിലും കിട്ടുന്ന പണമൊക്കെ പോകുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണ്. അവിടുന്ന് എടുക്കാൻ ആളുണ്ട്, ബിസിനസ് ചെയ്യാൻ ആളുണ്ട്. ചില തട്ടിപ്പുകളുണ്ടാവും, അതവര് അതിന്റെ കൂടെ അങ്ങ് ചെയ്തോളും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരിക്കലും ഒരു ലോണിന് വിറ്റ്നസ് ആകേണ്ടി വന്നു. ഞാൻ ഏത് ബാങ്ക് ഏതാണെന്ന് ഞാൻ പറയില്ല. 17 കോടിയുടെ ഒരു ലോണാണ്. അപ്പൊ ലോൺ എടുക്കുമ്പോൾ എഗ്രിമെന്റ് വിറ്റ്നസ് വേണമെന്ന്. ഞാൻ വെറും സാക്ഷി, എനിക്കതിൽ വലിയ ബാധ്യതയൊന്നുമില്ല. അപ്പോൾ സാക്ഷിയായിട്ട് എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് പോയിട്ട് വന്നു. 17 കോടി ലോണാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, 17 കോടി ലോൺ കൊടുത്തതിന് ആ ബാങ്കിന്റെ CMDക്ക് 1 കോടി ക്യാഷായിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇതാണ് വലിയ ബാങ്കാണ്, ഷെഡ്യൂൾ ബാങ്കാണ്. ബാങ്കിന്റെ പേര് പറയുന്നത് അവർ നടത്തിയ ഡീല്. ഞാൻ വെറും സാക്ഷിയാണ്. അത് പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഇതിപ്പോഴൊന്നും അല്ല, ഇത് 2012-ലോ 13-ലോ ആണ്. 14 കൊല്ലമായി. പാലക്കാട് ജില്ലയുമല്ല. ഇതാണ് ബാങ്കിൽ നടക്കുന്ന ബിസിനസ്. CMDയുടെ വീട്ടിൽ ക്യാഷ് എത്തിക്കുക, സൂട്ട് കേസ്. എന്നാൽ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പിടിക്കപ്പെടും. എന്തായാലും മോഡിയെ ഞാൻ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നു. മോഡിയുടെ പല കാര്യവും എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ പേയ്മെന്റ് ഡിജിറ്റലാക്കിയാൽ ഞാൻ സന്തോഷിക്കും. എന്താ കാര്യം എന്നറിയാം, ഞാനിപ്പോൾ പോക്കറ്റിൽ പൈസ കൊണ്ട് കിടക്കാറുണ്ട്. അത് ശരിക്കും കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണെങ്കിൽ മോഡി അത് വ്യാപകമാക്കി. മോഡി നോട്ട് നിരോധിച്ചത് ഇത്ര അസ്ഥാനത്തായിപ്പോൾ. അതിന് സമയം കൊടുത്തിട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഡിജിറ്റൽ പേയ്മെന്റ് ആക്കിയതിൽ ഒരു കാര്യമുണ്ട്, കള്ളപ്പണം വല്ലാതെ നിന്നു. ഇപ്പോൾ കൈക്കൂലി കൊടുക്കൽ വലിയ തരത്തിൽ, കോടിക്കണക്കിന് കൈക്കൂലി ഒന്നും ഇപ്പോൾ എവിടെയില്ല. എന്താണെന്നറിയാം, കൊടുക്കാൻ പറ്റില്ല. ബാങ്കിൽ തന്നെ നിങ്ങളുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ എത്ര രൂപ ക്യാഷ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും? 2 ലക്ഷം. ചില നാഷണലൈസ്ഡ് ബാങ്ക് 3 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. വളരെ അപൂർവം സ്ഥലത്ത് 5 ലക്ഷം കൊടുക്കുന്നുണ്ട്. ഈ 5 ലക്ഷം ക്യാഷൊന്നും കൈക്കൂലിയിലൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ 1 കോടി കൈക്കൂലി കൊടുക്കണമെങ്കിൽ 20 ഇടത്തുനിന്നോ 25 ഇടത്തുനിന്നോ ഡ്രോ ചെയ്യേണ്ടി വരും. അങ്ങനെ ട്രോയിൽ നടക്കുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയും, മാസികമായിട്ട് ഒരാൾ അക്കൗണ്ടിൽ നിന്ന് ഡ്രോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കൈക്കൂലി, അതുകൊണ്ട് ഇനി കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ വന്നാലും ഇത് മാറ്റാൻ പോകുന്നില്ല. ബാങ്കിങ് രംഗത്തെ ഏറ്റവും വലിയ ഒരു പരിവർത്തനം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ഈ ഇന്ത്യയിലുണ്ടായിരുന്ന വട്ടിക്കച്ചവടം മുഴുവൻ നിർത്തി നാഷണലൈസ്ഡ് ബാങ്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് സെക്ടറിൽ ഏറ്റവും വലിയ പരിവർത്തനം നടത്തിയത് കേരളത്തിലാണ്. കേരളത്തിലെ അത്ര ശക്തമായ കോപ്പറേറ്റീവ് സെക്ടർ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ല കേട്ടോ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഒരു ചിട്ടിക്കടകൾ പോലെ, വിശ്വാസ്യതയില്ല, കുറെ ആളുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംരംഭമാണ്. ഇതുപോലെ ഇപ്പോൾ അകത്തത്ര കോപ്പറേറ്റീവ് ബാങ്ക്, ഞാൻ അതിലെ A ക്ലാസ് മെമ്പറാണ്. വോട്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ അവരെ ഓർക്കാറുള്ളൂ എന്ന് വരും. പണ്ടൊക്കെ അങ്ങനെയല്ല, MCKയും പ്രേമനും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബാങ്കിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ട്. ഇന്ന് മാത്രമല്ല, പലപ്പോഴും ഞാനുണ്ടോ എന്ന് നോക്കിയിട്ട് പ്രോഗ്രാം വെക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഭാരവാഹികൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. 4-5 മാസമായിട്ട് അതിന്റെ ആരെങ്കിലും ഭാരവാഹികളിലൂടെ ഉണ്ടോ? അകത്തത്ര കോപ്പറേറ്റീവ് ബാങ്കിന്റെ എനിക്കറിയില്ല കേട്ടോ. എന്നോട് സദയം ക്ഷമിക്കുക. ഞാൻ ബാങ്കിന്റെ പരിപാടി വന്നിട്ട് തന്നെ പ്രേമം മരിച്ചതറിഞ്ഞു. അത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് വരാൻ പറ്റിയില്ല. പ്രേമൻ MCL വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് MCL എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോകുമായിരുന്നു.
MC ഉള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു കേട്ടോ. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. വയ്യാത്ത മനുഷ്യൻ നടന്ന് എന്നെ കാണാൻ വരും. വീട് അദ്ദേഹത്തിന്റെ വീടും എൻ്റെ വീടുമായിട്ട് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, വിളിച്ചാൽ ഞാനങ്ങ് വരില്ലേ, എന്തിനാ കഷ്ടപ്പെടുന്നത്? പറയും, നിങ്ങളൊക്കെ ഞാൻ എങ്ങനെ വിളിക്കുക, അതുകൊണ്ട് ഞാൻ വന്ന് കാണണ്ടായെന്ന് പറഞ്ഞ് വരും. നല്ലൊരു മനുഷ്യരായിരുന്നു, ഇടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, എന്തെങ്കിലും പ്രവർത്തനങ്ങളോ പാർട്ടി പരിപാടികളൊക്കെ ഉള്ളപ്പോൾ MC നേരത്തെ തന്നെ അറിയിക്കും, ഇന്ന ദിവസം ബുക്ക് ചെയ്ത് വെച്ചേക്കണത്. ഇപ്പൊ അങ്ങനെ ഒരു ബന്ധം അത്തരത്തിലുള്ള പ്രവർത്തകരെയും പലരെയും എനിക്കറിയില്ല. എനിക്കൊന്നും അവർക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഉണ്ടോ? അറിയില്ല. അറിയോ? കുറെ നാളായി ഞാൻ പ്രവർത്തനത്തില്ല. ഞാൻ ലാസ്റ്റ് പ്രവർത്തിച്ചത് രാമേന്ദ്രൻ നായർ വാർഡ് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ് ഇലക്ഷന്, പഞ്ചായത്ത്. അപ്പൊ ഞാൻ DCC വിളിച്ചു പറഞ്ഞു, രാമേന്ദ്രൻ നായർക്ക് ആ സീറ്റ് കൊടുക്കണം, അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ്. പക്ഷെ ആ വാർഡ് ജയിക്കാൻ സാധ്യതയില്ല, എന്നാലും അദ്ദേഹം പരിശ്രമിക്കട്ടെ. പരിശ്രമിച്ചിട്ട് ജയിച്ചില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. ആ വാർഡിന്റെ പുള്ളിക്കാരന്റെ പ്രവർത്തന കുറവുണ്ടല്ല, അദ്ദേഹം ജയിച്ചു. അല്ല, അദ്ദേഹം ജയിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നിന്ന് പഞ്ചായത്തും കിട്ടിയില്ല. വളരെ കാലമായി പഞ്ചായത്ത് കോൺഗ്രസ്. ഇപ്പൊ BJP ഭരിക്കുന്നത്. BJP ഭരണത്തിൽ കയറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ BJPയുടെ ഒരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ BJPക്കാർ സംസ്ഥാന ഭാരവാഹികൾ എന്നെ കാണാൻ വേണ്ടി വന്നു. സാർ, അതിലൊന്ന് പങ്കെടുക്കണം, ഒരു സെമിനാർ ഉണ്ട്, അതൊന്ന് നടത്തി തരണം, അതിന് കുറേ എക്സ്പേർട്സിനെയൊക്കെ വിളിച്ചു തരണം, പഞ്ചായത്ത് വികസനം. ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ പഞ്ചായത്തിന്റെ വികസനമല്ലേ. ഞാൻ അതിന് വേണ്ട 5-6 എക്സ്പേർട്സിനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു സെമിനാറൊക്കെ നടത്തി. സെമിനാറിന്റെ നോട്ടീസ് കണ്ടപ്പോൾ കുറെ പേർ എന്നെ വിളിച്ചു, സാർ ഇപ്പൊ BJPയിലാണ്. നമ്മൾ എന്റെ പൊന്നു സുഹൃത്തെ, അവരെന്നെ വന്ന് കണ്ടു. ഒരു ടെക്നിക്കൽ സെമിനാർ നടത്തണമെന്ന് പറഞ്ഞു. അതിന് എക്സ്പേർട്സിനെ വിളിച്ചു കൊടുക്കണം, ഓൾ ഓവർ കേരള ഉള്ളവരെ. പഞ്ചായത്തിന്റെ വികസനത്തിന് ആര് വിളിച്ചാലും ഞാൻ വരും. BJP ആയാലും CPM ആയാലും ചെകുത്താനായാലും ഞാൻ വരും. എന്റെ പഞ്ചായത്തല്ലേ, ഞാൻ എത്ര വർഷങ്ങളായിട്ട് 78 മുതൽ ഞാൻ താമസിക്കുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് പഞ്ചായത്ത് വിളിച്ചാൽ പാർട്ടി നോക്കാതെ ഞാൻ വരും, എന്ത് കാര്യമായാലും. ഒരിക്കൽ മാത്രമേ ഞാൻ പഞ്ചായത്തിന്റെ പരിപാടി നിന്ന് വിട്ടുന്നുള്ളൂ. അത് വളരെ ആകസ്മികമായിരുന്നു. അത് എനിക്കൊന്നും അതൊരു 90കളുടെ ആദ്യം എപ്പോഴാണ് പഞ്ചായത്ത് ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററിൽ. അപ്പൊ പഞ്ചായത്തിന്റെ ഭാരവാഹികൾ എന്നെ വന്ന് കണ്ടു, സാർ അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ ഒന്ന് വേണം. അത് സ്ട്രക്ചറൽ ഡിസൈൻ പുറത്തു കൊടുത്താൽ വലിയ ചെലവ് വരുന്ന കാര്യം, എന്റെ തൊഴിലും അതാണല്ലോ, ഞാനത് ചെയ്തു കൊടുക്കാമെന്ന്. അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ഒരു വാർഡ് സഭയില്ല, എന്താണ് പറയുന്നത്, ഗ്രാമസഭ കൂടുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നു. അത് ഡിസൈൻ ചെയ്ത് തരാൻ ഞാൻ ഇന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ തരുന്ന മുറയ്ക്കത് പണിയാണ്. എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്നോടിത് പറഞ്ഞല്ലാതെ ഒരു കാര്യം തന്നെ എന്നോട് പറഞ്ഞില്ല. ഞാനിത് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഞാനതിന്റെ പരിപാടിക്കില്ല. നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് പഴിയാനാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല, ആകെ എന്നോട് പറഞ്ഞൊന്നും ചെയ്തു തരണം. ഇതിപ്പോ നാട്ടുകാരൊക്കെ ധരിച്ചിരിക്കുന്ന എന്റെ വീട്ടിനടുത്തുള്ള ഉൾപ്പെടെന്ന് പറഞ്ഞു, സാറ് കൊടുക്കാഞ്ഞിട്ടാ പണി നടക്കാത്തല്ലേ, ഇനി ആ പരിപാടിക്കില്ല, അത് നിങ്ങൾ കൺസൾട്ടൻസി കൊടുത്തോളൂ. അവർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വേറെ ആരെ കൊണ്ട് ചെയ്യിച്ചു. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തില്ല, മനഃപൂർവ്വം ചെയ്യാൻ. കാരണം അങ്ങനെ ഒരു പ്രചരണം വരണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആ നടക്കാവ് മേൽപ്പാലം, അകത്തെ തറയില് നടക്കാവ് മേൽപ്പാലം, അടിപ്പാലം നിർമ്മിക്കാവുന്ന അന്നത്തെ മന്ത്രി വാഗ്ദാനം കൊടുത്തു. അവിടെ ഒരു അടിപ്പാലം നിർമ്മിക്കാവുന്ന അന്ന് ഇടതുപക്ഷ സർക്കാരാണ്. എന്നിട്ട് അടിപ്പാലത്തിന്റെ കുറെ ഗുണഗണങ്ങളൊക്കെ അവിടെ വർണ്ണിച്ചു കൊടുത്തു നാട്ടുകാരിൽ 1-2 പേർക്ക് അത് വിശ്വാസം തോന്നിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് തന്നെ, കോൺഗ്രസ്സുകാർക്കല്ല. അവരെല്ലാവരും കൂടെ എൻ്റെ അടുക്ക വന്നു, സാർ ഇങ്ങനെ അടിപ്പാലം നിർമ്മിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ശുദ്ധ പോഷ്കാണ്. അവിടെ അടിപ്പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ 365 ദിവസവും ഒരു 5 അടി പൊക്കത്തിൽ വെള്ളം ഉണ്ടാകും. അതിന്റെ സൈഡിൽ കൂടെ മലമ്പുഴ കനാലിൽ പോവാണ്. അത് വേനലിലും തുറന്നു വിടും, അല്ലാത്തപ്പോൾ മഴവെള്ളം ഉണ്ടാകും. പിന്നെ അവിടെ താഴ്ച കൂടുതലാണ്. ഒരു കാരണവശാലും നിങ്ങൾ സമ്മതിക്കരുത്, നിങ്ങൾ നിരാഹാരം കിടന്നാൽ ഞാനും വരാൻ പോകും. അപ്പൊ അവർ റെയിൽവേയിൽ പോയി DRM-നെ കണ്ടപ്പോൾ പറഞ്ഞു, മേൽപ്പാലം നിർമ്മിക്കാനുള്ള പൈസ ഞങ്ങൾക്കില്ല, മേൽപ്പാലം 10-30 കോടി രൂപ ചെലവാകും, അടിപ്പാലമാണെങ്കിൽ 3-4 കോടി രൂപയ്ക്കകത്ത് പണി കഴിയും. അപ്പൊ ഇവർ വീണ്ടും എന്നെ കാണാൻ വന്നു. അപ്പോഴത്തേക്കൊരു ജനകീയ സമിതിയൊക്കെ ആയി. ജനകീയ സമിതി വീണ്ടും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 30 കോടിയൊന്നുമില്ല, 10 കോടി രൂപയ്ക്ക് ഞാൻ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പൊ അതിന് സാറൊന്ന് ചെയ്തു തരുന്നു. ഞാൻ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തു, പാലത്തിന്റെ ഡിസൈൻ. ഞാനതിന് സ്പെഷ്യലൈസ് ചെയ്തതാണ്. അപ്പൊ സാറുകൂടെ ഒന്ന് DRM-ന്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനും അവരും കൂടെ DRM-നെ കാണാൻ പോയി. ഞാൻ മനസ്സിലായത്, ഇത് ഞാൻ ഗവൺമെന്റ് ഡിസൈൻ ചെയ്യുന്ന ആൾ തന്നെയാണ്, ഡിഫൻസിനും റെയിൽവേക്കും ഒക്കെ ചെയ്യാറുണ്ട്, ഇത് ഡിസൈനാണ്, നിങ്ങൾക്കിത് ഉപയോഗിക്കാം, 10 കോടി രൂപയുടെ ചെലവേ ഉള്ളൂ, ഇത് ചെയ്താൽ മതി, അടിപ്പാലം അവിടെ ചെയ്യരുത്. നിങ്ങൾക്ക് ആ നാട്ടുകാരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അടിപ്പാലം ചെയ്യാൻ. ചുണ്ണാമ്പ് ഒരു അടിപ്പാലം ഉണ്ട്, കണ്ടിട്ടുണ്ടല്ലോ,
വെള്ളം ഒഴിഞ്ഞ സമയം വല്ലതും ഉണ്ടോ? എന്നാൽ അകത്തെത്ര അടിപ്പാലം വന്നിരുന്നെങ്കിൽ ആണ്ടില് എല്ലാ ദിവസവും ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടാവും. ഒരു വണ്ടി അതിൻ്റെ കൂടെ പോകും, നടന്നും പോകാൻ പറ്റില്ല. എന്തായാലും ഭാഗ്യം DRM അത് സമ്മതിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ വേറൊരു ഡിസൈൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഉണ്ടാക്കി, എനിക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയാം. എന്താണെന്നറിയാമോ? നമ്മൾ കൊടുക്കുന്ന ഡിസൈനിൽ വലിയ മാർജിനൊന്നും കിട്ടില്ല. അവർ 30 കോടി ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല മാർജിൻ കിട്ടും. ചെയ്തോട്ടെ, നമുക്ക് കാര്യം നടന്നാൽ പോരെ. അവർ പുതുതായിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കി അവരെ പാലം പണിഞ്ഞു, ഏതാണ്ട് തീരും എന്നൊക്കെ പറയുന്നു. ഇന്നലെ ഒരു പോസ്റ്റർ ഉണ്ട് തന്നെ, തീർന്ന് കിട്ടിയാൽ ഭാഗ്യം. അതുകൊണ്ട് അകത്തേത്തറയിൽ ഏത് പ്രവർത്തനം, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അകത്തേത്തറ ഏത് പാർട്ടിക്കാരെന്ന് വിളിച്ചാലും ഞാൻ അവരോട് പോകും. ആ നാട്ടിന് എന്തെങ്കിലും ഗുണം കിട്ടുകയാണ്. എത്ര നാൾ ജനിച്ചോളാം. ഞാൻ 16ാമത്തെ വയസ്സിൽ അകത്തേത്തറ എത്തിയതാണ്. അതുകൊണ്ട് അകത്തേത്തറ എൻ്റെ പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയാണ്. അതുകൊണ്ട് ആ നാടിനോടുള്ള പ്രത്യേകത കൊണ്ടാണ്. ഇന്ന് BJPയുടെ ആണെങ്കിലും CPMന്റെ ആണെങ്കിലും അകത്തേത്തറയിലെ വേദികളിൽ എന്നെ കണ്ടാൽ ആരും എന്നെ വിളിച്ച് ചോദിക്കരുത് സാർ അവരുടെ കൂടെ കൂടിയോ. അതൊരു മാനസികമായ അടുപ്പമാണ്. പ്രത്യേകിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി അടുത്ത ആളുകൾ എത്തിയോ? MLA എത്തിയോ? ഇവിടെ എത്തിയല്ലേ? അപ്പൊ MLA വന്നോട്ടെ. MLA ഞാൻ കണ്ടിട്ട് 2-3 ദിവസമായി. എനിക്കൊന്നു സൗഹൃദ വേദിയുടെ ഒരു പ്രോഗ്രാമിന് 2 മാസം മുമ്പൊക്കെ ആണെങ്കിൽ MLA-മാരെ എല്ലാ ആഴ്ചയിലും 2-3 തവണ കാണുകയാണ്. ഇപ്പൊ ഞാൻ ആഴ്ച 3 ദിവസം ഇവിടെ ഉള്ളൂ. പാലക്കാട്ടാകെ 3 ദിവസം ഉള്ളൂ. പല ദിവസങ്ങളിലും കോഴിക്കോടേക്ക് പോകും. അപ്പോൾ കോഴിക്കോട് ഇപ്പം എൻ്റെ നാടായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുമോ? ആർക്കെങ്കിലും MLA സ്റ്റാറാണല്ലോ. എനിക്ക് ഓർമ്മ വരുന്ന പഴയൊരു അനുഭവമാണ്. പണ്ട് 90കളിലൊരിക്കൽ ചിറ്റൂർ കോളേജിൽ എന്നെ കോളേജ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല. കോളേജ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. അന്ന് നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ ഡോക്ടർ ശശികുമാർ ആയിരുന്നു അതിൻ്റെ സ്റ്റാഫ് അഡ്വൈസർ. അപ്പോൾ ഡോക്ടർ ശശികുമാറിനെ വിളിച്ചു, കോളേജ് കൊണ്ട് ഉദ്ഘാടനം. ശരി, വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം, കുട്ടികൾ മുഴുവനുണ്ട്, കോളേജിൽ സ്റ്റാഫും. അവരിങ്ങനെ തുലസിക്കുക. ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ ഇത്ര പേരോ. ഞാൻ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അതാ ഒരു വണ്ടി എന്റെ പുറകിൽ അവിടെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരാളിറങ്ങുന്നു. കുട്ടികളെല്ലാം കൂടെ ഭയങ്കര നിലവിളി, ആൺകുട്ടികളും പെൺകുട്ടികളും. സിനിമ നടൻ വിനീത് എന്നെ കാണാൻ വന്നത്. വിനീതിനെ സ്വീകരിക്കാനാണ് വന്നത്. അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്ന ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം വിനീതിനെ കൊണ്ടായി ചോദിച്ചത്. കോളേജ് യൂണിയൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എനിക്കന്ന് മനസ്സിലായി, നിങ്ങൾ എന്തൊക്കെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, സിനിമാ നടൻ തന്നെയാണ്. അതുകൊണ്ട് പിഷാരടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആകർഷണം ഉണ്ടാവും. കാരണം നിങ്ങളൊക്കെ വീട്ടിലെ സ്ക്രീനിൽ കാണുന്ന ആളല്ലേ. പക്ഷെ ഇപ്പോൾ എത്ര അഭിനയം കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ സജീവമായിട്ട് തീരെ പോകുന്നില്ലല്ലേ? അത് ഒരു പ്രസ്താവന ഞാൻ കണ്ടു. നിർത്തിയോ? 5 വർഷത്തേക്ക് നിർത്തി. പക്ഷെ അത് നിർത്തുന്നത് നല്ലതല്ല കേട്ടോ. അദ്ദേഹം നല്ലൊരു നടനാണ്. ഇത്ര ക്വിക്ക് വിറ്റ് ഉള്ള ഒരു നടനെ ഞാൻ കണ്ടില്ല. ക്വിക്ക് വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും നിങ്ങളെന്തെങ്കിലും ചോദിച്ചോന്ന് ആലോചിച്ചിട്ട് മറുപടി അറിയുള്ളൂ. തുഷാറിനോട് ചോദിച്ചാൽ അപ്പം മറുപടിയാണ്. അത്തരം ആളുകളെ അധികം കാണാറില്ല, പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് പാലക്കാട് രക്ഷപ്പെടുക. MLA എന്നുള്ള നിലയ്ക്ക് സജീവ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അല്ലേ? ഞാൻ 2-3 തവണ കണ്ടില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഞാനീ പറഞ്ഞ സ്ട്രോക്ക് വന്ന ആ സമയത്താണ്. ഏപ്രിൽ മാസം ഞാൻ വിശ്രമിക്കുക. അതുകൊണ്ട് പിഷാരടിയുടെ ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഏതാ കൂടുതൽ കുറച്ചേരം മിണ്ടായിരിക്കും. ഇല്ല, അത് ഞാൻ TV യിൽ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് ഈ AIPC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് പാലക്കാട്. നിങ്ങൾക്കറിയോ? ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വക്കീലന്മാരൊക്കെ കൂടെ ഉള്ള കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന. ഞാൻ എൻ്റെ ഒരു ഒരു ഉപദേശകനായിരുന്നു കുറേ ആളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പോസ്റ്റുകളെല്ലാം വരും, പിഷാരടിയുടെ പോസ്റ്റുകളെല്ലാം. പിന്നെ അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു 800ഓളം പേരുള്ള ഗ്രൂപ്പ്. അതിൽ നിങ്ങൾ ആരൊക്കെയുണ്ട്? ഞാൻ അതിൻ്റെ ഒരു അഡ്മിൻ കൂടെയാണ്. നിങ്ങൾ ആരൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടല്ലേ? അതിനകത്തും ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ കണ്ടറിയാറുണ്ട്. വീട്ടിൽ വന്ന ആളുകൾ മുമ്പൊക്കെ ആണെങ്കിൽ പ്രവർത്തകരൊക്കെ ഒരുപാട് പേര് വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോൾ അത് കുറവാണ്. കാരണം മുമ്പൊക്കെ പാലക്കാട് ജില്ലയിൽ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് MP ആയിട്ടോ MLA ആയിട്ടോ നിൽക്കുന്നവരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. വരുമ്പോൾ ഒന്നില്ല അവരെൻ്റെ വീട്ടിൽ വരുമല്ലേ, ഞാൻ അവരുടെ അടുക്കലേക്ക് പോകും, കണ്ട് കുറേ നേരം പാലക്കാടിൻ്റെ കാലാവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. അടുത്ത കാലത്തായിട്ട് ആരും വരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നമ്മുടെ ഈ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഈ പല്ല് പോയ സിംഹം എന്ന് പറയുന്ന പോലെയുള്ളൊരു ഫീലായിരിക്കും. ഈയിടെയായിട്ട് സ്ഥാനാർത്ഥികളെ മുമ്പൊക്കെ അങ്ങനത്തെ ഗുണമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അവർ വരുമ്പോഴേ തന്നെ ഇവിടെ വന്നിട്ട് വിളിക്കും,
നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറയും. ചിലർ നേരെ അങ്ങ് വരും, ചിലർ ഞാൻ SOC ഒന്ന് കാണും. വിശദമായ ചർച്ച എന്ന് വെച്ചാൽ പാലക്കാട് ജനങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം, പാലക്കാട് രാഷ്ട്രീയ കാലാവസ്ഥ, പാലക്കാട്ടെ ഇലക്ഷൻ ചരിത്രങ്ങൾ, പാലക്കാട്ടെ ജയവിജയ സാധ്യതകൾ, കമ്മ്യൂണൽ ഇക്വേഷൻസ്. കമ്മ്യൂണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ജാതി മതങ്ങളിലുള്ള സ്വാധീനങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതൊക്കെ ഇൻ്റർനെറ്റിൽ കിട്ടും, അത് കിട്ടില്ല അന്ന്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊബൈലിൽ വായിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഒന്നും ആവശ്യമില്ല. പത്രക്കാരും അങ്ങനെ തന്നെ. പണ്ട് പത്രക്കാർ സ്ഥിരം വീട്ടിൽ വരുന്നത് എന്താണെന്നറിയാം, ഒരു പരമ്പര എഴുതണമെങ്കിൽ അവർ വന്ന് 2 ദിവസം ഇവിടെ ഇരിക്കും, ഇരുന്നിട്ട് എല്ലാം കുറിച്ചെടുത്തുകൊണ്ട് പോകും, എന്നിട്ടാണ് പത്രത്തിൽ പരമ്പര വരിക. ഇപ്പോൾ ഒരു പത്രക്കാരും വിളിക്കാറില്ല. എന്താ? ഇൻ്റർനെറ്റിലെല്ലാം ഉണ്ട്. എനിക്കറിയുന്നതിന് 100 മടങ്ങ് 10,000 മടങ്ങ് ഇൻ്റർനെറ്റിൽ കിട്ടും. ഇപ്പം ഇന്നലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പാമ്പിനെ അടിച്ചു കൊന്നു. പാമ്പ് ഏതാണെന്നൊരു സംശയം. ഞാൻ പറഞ്ഞു, പാമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിലോ ജെമിനിയിലോ കൊടുക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രീ പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഞാൻ എന്നെ ഒരു സ്വാഗതം ചെയ്തത് അതുകൊണ്ട് മാത്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം അതോടുകൂടി നിർത്തുകയാണ്. അതായത് ഒരു പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ പാമ്പിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിലോ ജെമിനിയിലോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാമ്പാണെന്ന്, അപ്പൊ അത് ക്രേറ്റ് എന്ന് കാണിക്കും. എന്നുവെച്ചാൽ അണലിയാണ്. അപ്പൊ ഞാൻ പിന്നെ ഫോട്ടോ കണ്ടപ്പോഴും പറഞ്ഞത് അണലിയാണ്. അപ്പൊ ഇപ്പൊ അതുകൂടി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ നിർത്തുന്നില്ല. നിങ്ങളൊക്കെ കാത്തിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ഇതവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കൈമാറുന്നില്ല, സംഘാടകർ കൈമാറിക്കുന്നു. താങ്ക് യു.